നന്ദി പറയുന്നു ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ. ഇന്നേ ദിവസം ഇങ്ങനെ ഞങ്ങൾക്കായി ഒരുക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവാൻ സഹായിച്ചല്ലോ, അതിനായി നന്ദി പറയുന്നു കർത്താവേ. യാത്രയിലായിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് കൂട്ടിച്ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കാനായിലെ കല്യാണ വീട്ടിൽ കടന്നു വന്ന് അവിടുത്തെ കുറവുകൾ തീർത്ത കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ കുറവുകളെയും തീർക്കുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നത് കർത്താവേ. കർത്താവെ, ഞങ്ങളെ ആ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, നിൻ്റെ ഹൃദയം ഇന്ന് ഞങ്ങളോട് വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ ഹൃദയം, നിൻ്റെ പദ്ധതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകമായി ഇന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്ന ദൈവത്തിൻ്റെ ദാസനെ കർത്താവെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ മകനിലൂടെ ഞങ്ങളെ സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അത് ഏറ്റെടുക്കുവാൻ ആവശ്യമായ ഹൃദയ ഒരുക്കം നല്ല നിലങ്ങളാക്കി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ആകുല ചിന്തകൾ കർത്താവെ, പ്രയാസങ്ങളെല്ലാം കർത്താവെ നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും യേശുവിൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് വചനത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ ഭാരങ്ങളെ കൊടുക്കാം. ഹല്ലേലൂയ. അവൻ നമ്മെ സഹായിക്കും, നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കും. സ്തോത്രം, നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കായി ക്രമീകരിച്ച ഭക്ഷണത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എല്ലാം കർത്താവെ അങ്ങേ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ടത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. കടന്നു വന്ന ഏവരെയും കർത്താവെ അങ്ങേ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. പ്രാരംഭമായി നമുക്കൊന്ന് രണ്ട് പാട്ടുകൾ പാടി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ദൈവ സാന്നിധ്യ ബോധ്യത്തിലേക്ക്, അവയർനെസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് നമ്മുടെ ഇടയിൽ വരുവാൻ തക്കവണ്ണം നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ചേർന്ന്, ഇവിടെ പാട്ടുകാരായിട്ടൊന്നുമില്ല, നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പ്രാരംഭമായി പരമപിതാവിന് സ്തുതി പാടാം എന്നുള്ള ഗാനം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ ധ്യാനിച്ചുകൊണ്ട് പാട്ടുപുസ്തകത്തിലെ 19-ാമത്തെ പാട്ട്. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകി. പിതാവിനു സ്തുതി പാടാം, അവൻ
കൂടെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളതിനെ വഹിച്ചു നമ്മെ നിരന്തരിച്ചായാം നശിച്ചിടാതെ പരമപിതാവിൻ സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി. കുമ്പിടമവൻ മുൻപിലാദരവായി സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി. കുമ്പിടമവൻ മുൻപിലാദരവായി. ഹല്ലേലൂയ പാടാം മോദമോടെ അവനല്ലോ നമ്മുടെ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. കരങ്ങളെ ഉയർത്തി നമ്മുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവിന് നമ്മുടെ സ്തുതികളെ കരയറ്റം. ഹല്ലേലൂയ. നന്ദി പറയുന്ന കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തും. ഞങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ് കർത്താവേ. സ്തോത്രം. അമ്മയെ പോലെ നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങൾക്കുണ്ടല്ലോ. ഒരു നല്ല ഇടയനായി ഞങ്ങളെ വഴി നടത്തുന്ന ആ ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, കഴിയും തന്റെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങൾക്കുള്ളവരാണ് മഹത്വപ്പെടുന്നത് കർത്താവേ. ഹല്ലേലൂയ. നിന്റെ മുന്നിൽ കർത്താവേ ഞങ്ങൾ മുട്ടുകൾ മടക്കുന്നു കർത്താവേ. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ കർത്താവേ ഞങ്ങൾ മുട്ടുകളെ മടക്കുന്നു കർത്താവേ. നിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. 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 തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരികിലം പോൽ നടത്തണമേ. നമ്മുടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ട് ഈ ഗാനം ചേർന്ന് പാടി നമുക്ക് ഹൃദയങ്ങളെ ഒരുക്കാം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. വചനം ധ്യാനിക്കുന്നു എൻ ഹൃദയം ആശ്വസിക്കും. വചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. ആടിയതിൽ ഓണങ്ങളാൽ വലഞ്ഞിടുമ്പോൾ കടലിൽ ആടിയതിൽ ഓണങ്ങളാൽ വലഞ്ഞിടുമ്പോൾ കടലിൽ എന്റെ പ്രിയൻ യേശുവുണ്ട്. നേടുമേ
ഭവനമതിൽ അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകാനാൻ ദേശമത്. ഓ ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകാനാൻ ദേശമത്. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, തിരുക്കരത്താൽ ഞങ്ങളെ വഹിച്ച് തിരുഹിതം പോലെ ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നിന്റെ വചനം ഹല്ലേലൂയ ഞങ്ങളുടെ പാതയ്ക്ക് ഒരു പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവേ, നിന്റെ വഴികളെ ഞങ്ങളെ അറിയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൻ്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുളിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവചേതസ്സിൻ്റെ പരിജ്ഞാനം ഇന്ന് കർത്താവ് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ കർത്താവെ വിളങ്ങേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പാറകളെ കർത്താവെ പിളർക്കുന്ന, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, അഗ്നിജാലുകളെ ചിഹ്നിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും നിന്റെ വചനങ്ങൾക്ക് ഒരു നാളും മാറ്റമില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ മനുഷ്യന്റെ ശബ്ദമായിട്ടല്ല കർത്താവേ, സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമായിട്ട് ഏറ്റെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കല്ലുപോലുള്ള എല്ലാ വചനം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ശക്തിയോടെ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സകല നിയന്ത്രണവും ഞങ്ങൾ തരുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. നമ്മുടെ ആദ്യത്തെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കൊണ്ട് ശ്രദ്ധയോടെ ആയിരിക്കുവാൻ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അത് സൈലൻറ്റ് മോഡിൽ ഇടുകയോ ചെയ്യുക. ഈ മീറ്റിങ്ങിന് ഇടയ്ക്കുള്ള സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാം. കാരണം വളരെ ശ്രദ്ധയോടെ നമ്മളെ ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ളതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യുക. രണ്ടാമത്, ഇവിടെ പറയുമ്പോൾ നമ്മളത് മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക. അതിന് ഒരു നോട്ട് ബുക്കും പെന്നും ഉണ്ട്. ഇല്ലാത്തവർ അത് ചോദിക്കുക. എല്ലാവരുടെ കയ്യിലും എഴുതുവാൻ ഒരു ഡയറിയോ നോട്ട് ബുക്കോ ഒരു പെന്നോ ഉണ്ടോ? ഇല്ലാത്തവരൊന്ന് കൈ ഉയർത്തുക. അവർക്ക് തരുന്നതായിരിക്കും. അത് എഴുതിയെടുക്കണം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ എഴുതി വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചോദ്യോത്തരവേള ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കുക. അത് മാത്രമേ ഉള്ളൂ നമുക്ക് കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. ഇവിടുന്ന് പോയാലും നമുക്കത് ചിന്തിക്കുവാനാണ്. ഉച്ചയ്ക്ക് മുമ്പ് 2 സെഷൻസ് ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരു സെഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങിന് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇവിടെ നിങ്ങളുടെ ഈ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൻ്റെ സമയങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഇവിടെ ഇന്ന് വചനം നമ്മളോട് സംസാരിക്കുന്നത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചേസ് പാസ്റ്റർ നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. ചേസ് പാസ്റ്റർ ആയിരിക്കും ഇന്ന് 3 സെഷൻസ് നമ്മളോട് സംസാരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്തെങ്കിലും ഗൈഡൻസ് എൻ്റെ സനിൽ ഉണ്ട്. ഇവിടെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ബിജു PX ബ്രദറുണ്ട്, കോണ്ടാക്ട് ചെയ്യാവുന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ബാത്റൂം നമുക്ക് കോമൺ ആയിട്ട് ഒരെണ്ണമേ ഉള്ളൂ. അത് ആ സൈഡിലാണ്. അത് സഹോദരിമാർക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചേസ് പാസ്റ്ററെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. കാര്യങ്ങളെ അടിച്ച് സ്വാഗതം ചെയ്യുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളിന്ന് കുടുംബജീവിതം എന്ന വിഷയമാണ് അടിസ്ഥാനമായിട്ടെടുക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ശുശ്രൂഷകനായി 2001 ശരിക്കും ബൈബിൾ കോളേജിൽ നിന്ന് വെളിയിറങ്ങുന്നത്. ശരിക്കും ബൈബിൾ എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടതെന്ന് ബൈബിൾ കോളേജിലൊരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് അനുസരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ബൈബിൾ കോളേജിൽ ടീച്ചേഴ്സ് പറയും, നിങ്ങൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രിപ്പയർഡ് ആയിരിക്കണം. കൃത്യമായ അതിനൊരു ടൈം ടേബിൾ പോയിൻ്റ് ബൈ പോയിൻ്റ് അനാലിസിസ്, എക്സിജസിസ്, അതിനെ ഇത്ര പോയിന്റുകളായിട്ട് തിരിച്ച് അവസാനം ഒരു കൺക്ലൂഷൻ പോയിന്റിലേക്ക് എത്തണം. അത് ആളുകളുടെ ഹൃദയത്തിൽ തറഞ്ഞു കയറണം. അപ്പം നമ്മൾ ബൈബിൾ കോളേജിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പം നമ്മുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ അവർ പ്രസംഗിക്കാൻ കേട്ടില്ല. അവരുടെ വിശ്വാസം നമ്മൾ സ്റ്റേജിൽ വന്നിട്ട് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളഞ്ഞ് അരമണിക്കൂർ കൊണ്ട് നിർത്തേണ്ടത് ഇനി ഒരു ചിന്ത കൂടെ, ഒരു പോയിൻറ്റും കൂടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി അവസാനം എല്ലാവരും മടുത്ത് ഇറക്കി വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ തന്നെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് ആ സ്ക്രിപ്റ്റ് വെച്ച് മാത്രമേ സംസാരിക്കാവൂ എന്ന് ഞങ്ങളോട് നിർബന്ധിക്കുമായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രസംഗത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ ലൈബ്രറിയിൽ പോയി ഏറ്റവും നല്ല ബുക്ക് എടുത്ത്, ഡിക്ഷണറി എടുത്ത്, കമൻട്രി എടുത്ത് വായിച്ച് നല്ലൊരു മെസ്സേജ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ചേരുന്ന ആൾക്കാരെന്ന് വന്നാൽ അവർക്ക് രക്ഷപ്പെട്ടു. അതല്ലാത്ത പ്രശ്നങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയാണ് ഇത് ഒരു പെർഫോമൻസ് ലെവലിലേക്ക് ഞാനതിൻ്റെ നല്ല വശങ്ങൾ അനുഭവിച്ച ആളാണ്. 2001 മുതൽ ഏതാണ്ട് 2009 വരെ എൻ്റെ പ്രസംഗ രീതി അതായിരുന്നു. 5 പോയിൻ്റ്, 3 പോയിൻ്റ്, 4 പോയിൻ്റ്, അവസാനത്തെ പോയിന്റിലാണ് നമ്മൾ ആ ക്രസൻഡോ ബിൽഡ് ചെയ്യുന്നത്. എനിക്ക് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ചില ബൈബിൾ കോളേജിലൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് എന്തായി പ്രസംഗിക്കുന്നതല്ല, അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. ചില ബൈബിൾ കോളേജിലൊക്കെ അവർ 50ഉം 100ഉം പ്രസംഗങ്ങൾ 50-100 പ്രസംഗങ്ങൾ ഒക്കെ കാണാതെ പഠിക്കും. അപ്പോൾ പണ്ടൊരാൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ പേപ്പർ പറന്നു പോയി നോക്കിയപ്പം അതിനകത്ത് ഇവിടെ കരയണം, ഇവിടെ വിതുമ്പണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റഡാണ് എല്ലാം. എൻ്റെ പ്രസംഗത്തിൻ്റെ രീതി അതായിരുന്നു. ഈ കരയണം വിതുമ്പണം എന്നൊന്നും ഇല്ലെങ്കിലും ഈ പോയിന്റുകളെല്ലാം വെൽ ലെയ്ഡ് ഔട്ടായിരുന്നു. ഇപ്പം എനിക്ക് മറവി എന്ന് പറയുന്ന ഒരു രോഗം, ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ട്, കുട വെക്കേണ്ടടുത്ത് വടി വയ്ക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പോയിൻറ്റ്സ് എല്ലാം മറന്നു പോകുന്നുള്ളതുകൊണ്ട് ഞാനിതെല്ലാം വളരെ കൃത്യമായി സ്ക്രിപ്റ്റ് ചെയ്ത് ലേഔട്ട് ഉണ്ടാക്കി ബൈബിളിനകത്ത് വെച്ച് ആയിരുന്നു ഈ പ്രസംഗിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ഒരു 5-8 വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവം എനിക്ക് എൻ്റെ ബലഹീനതകളെക്കുറിച്ച് മനസ്സിലാക്കി തന്നത്. എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്കും എൻ്റെ നീതി അല്ല, ദൈവത്തിൻ്റെ നീതി വേറെയാണ് എന്നുള്ളൊരു ആന്തരികമായ വെളിപ്പാടിലേക്ക് എനിക്ക് വരാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ശുശ്രൂഷയിൽ മുഴുവൻ 2009 മുതൽ ഇന്നേ വരെ കഴിഞ്ഞ 14 വർഷക്കാലം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതെൻ്റെ ബലഹീനതകൾ മാത്രമാണ്. ഈ ബലഹീനതകൾ മാത്രമാണെന്ന് പറയാനുള്ള കാരണം, കഴിവിൽ നിന്നുള്ള പ്രസംഗം, നമ്മുടെ എബിലിറ്റിയിൽ നിന്നുള്ള പ്രസംഗം 2009 നവംബർ മാസത്തോടുകൂടി അവസാനിക്കുകയും ബലഹീനതയിൽ നിസ്സഹായനായി സ്റ്റേജിൽ പോയി നിൽക്കുമ്പം കർത്താവ് സംസാരിച്ചോളും, അത് ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലോ നീതിയുടെ അടിസ്ഥാനത്തിലോ എനിക്ക് ദൈവത്തിൻ്റെ അടുക്കലുള്ള പ്രാഗൽഭ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല, എൻ്റെ ബലഹീനതകളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് മുതൽ സംസാരിക്കുന്നത്.
ഇന്ന് പ്രത്യേകിച്ച് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ബലത്തിൽ നിന്നല്ല, പ്രാഗൽഭ്യത്തിൽ നിന്നല്ല. പലരും പറയാറുണ്ട് ഞാൻ ജീവിക്കുന്നതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നൊരു കാര്യം, ഞാൻ പ്രസംഗിക്കുന്നതല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതാണ്. മൈ ലൈഫ് ആൻഡ് മെസ്സേജ് ആർ ടോട്ടലി ഡിഫറെൻറ്റ്. അത് ഞാൻ ഒരിക്കലും പറയാതിരുന്നിട്ടില്ല. അതിപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ക്ലാസ് തുടങ്ങുന്നത്. ഞാൻ നിങ്ങൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഞാൻ പ്രസംഗിക്കുന്നതല്ല യഥാർത്ഥ ഞാൻ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് എന്നോടും നിങ്ങളോടും കൂടിയാണ്. ഞാൻ ഇങ്ങനെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ നീതിയിലേക്ക് നോക്കുന്നവരായിട്ട് മാറും. ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളെക്കാളും ബലഹീനനായിട്ട് നിൽക്കുമ്പോഴാണ് ശരിക്കും കർത്താവ് എന്താണ് നമ്മളെല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ അത്രയും ഗട്ട്സ് ഇല്ലെങ്കിലും ബലഹീനതകളിൽ പ്രശംസിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ ഏത് നന്മയെക്കുറിച്ച് പറയുമ്പോഴും, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും, നീതിയെക്കുറിച്ച് പറഞ്ഞാലും, കരുണയെക്കുറിച്ച് പറഞ്ഞാലും, ക്ഷമയെക്കുറിച്ച് പറഞ്ഞാലും, ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞാലും, എന്തിനെക്കുറിച്ച് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മുടെ ബലഹീനതകളിൽ മാത്രമേ നമുക്ക് പ്രശംസിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്വയനീതി എന്നുള്ള ആ ഒരു ആശയം, എൻ്റെ നീതി എന്നുള്ള, ഞാൻ നേടി അല്ലെങ്കിൽ നേടും, ഞാൻ നാളെ നന്നാവും എന്നുള്ള സെൽഫ് കോൺഫിഡൻസ് ജീവിതം കൊണ്ട് പോയ ഒരാളാണ് ഞാൻ. ജീവിതം കൊണ്ട് അങ്ങനെ പോയാൽ മാത്രമേ നമുക്കത് യഥാർത്ഥത്തിൽ പോവുള്ളൂ. ബുദ്ധി കൊണ്ട് പോയാൽ അത് പോവില്ല. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ടെക്നിക്കലി അറിയാം നമ്മൾ ഗുണമില്ല, ദൈവം മാത്രമേ ഉള്ളൂ നല്ലത്, ടെക്നിക്കലി അറിയാം. പക്ഷേ ജീവിതം കൊണ്ട് നമ്മൾ തോറ്റു എന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്. അത് ഞാൻ കുടുംബജീവിതത്തിൻ്റെ ഒറ്റ പശ്ചാത്തലത്തിലല്ല പറയുന്നത്, ജീവിതത്തിൻ്റെ എല്ലാ ഡയമെൻഷൻസിലും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ബലഹീനരുടെ മേലുള്ള ദൈവത്തിൻ്റെ കൃപയാണ്. അതിനർത്ഥം നമ്മൾ ജയിക്കുകയില്ലെന്നല്ല, നമ്മൾ ഓവർകം ചെയ്യുകയില്ലെന്നല്ല. സാധാരണ എല്ലാ വിവാഹങ്ങളെക്കാളും കുടുംബജീവിതത്തെക്കാളും ചലഞ്ചിങ് ആണ് ശരിക്കും ക്രിസ്ത്യൻ കുടുംബജീവിതം. ലോകത്തിൽ വേറെ ഒരു സെക്കുലർ കുടുംബജീവിതത്തിലും ഇല്ലാത്ത പ്രശ്നങ്ങൾ മാത്രമാണ് ക്രിസ്ത്യ കുടുംബജീവിതത്തിലുള്ളത്. കാരണം ക്രിസ്ത്യൻ മാരിറ്റൽ ലൈഫ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ കോംപ്രമൈസസ് ഓർ ഫൈൻഡിങ് ദ മിഡിൽ ഗ്രൗണ്ട്. ഒരു ക്രിസ്ത്യൻ റിലേഷൻഷിപ്പും കോംപ്രമൈസ് ബേസ്ഡ് അല്ല. അത് ചർച്ചിലെ റിലേഷൻഷിപ്സ് ആയാലും, സമൂഹത്തിലെ റിലേഷൻഷിപ്പ് ആയാലും, ഭാര്യാഭർത്തൃ ബന്ധമായാലും, ഇൻ എവറി അതർ റിലേഷൻഷിപ്പ് വി വിൽ സീക്ക് എ കോമൺ ഗ്രൗണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും യോജിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോത്ത് ഹാവ് ടു കോംപ്രമൈസ് എന്ന ഒരു പോയിൻ്റാണ് ലോകത്തിലെല്ലായിടത്തും ഉള്ളത്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ഒരിടത്തും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ജീവിതമാണെന്നുള്ളതാണ്. കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നത്? കോംപ്രമൈസ് ചെയ്യാതെ ഏത് റിലേഷൻഷിപ്പിലാണ്, ലോകത്തിലുള്ള ഏത്, ഈവൻ ഒരു പൊളിറ്റിക്കൽ അലയൻസിൽ പോലും കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത്? ഇപ്പം ലോകത്തിൽ എവിടെ ചോദിച്ചാലും, ലോകത്തിൽ ഇങ്ങനെ പിടിക്കണേ ആണോ? ഇങ്ങനെ പിടിക്കാൻ എത്ര നേരം പിടിക്കുന്നുള്ളതാണ്. ഓക്കെ, ഞാൻ മാക്സിമം ശ്രമിക്കാം. ഞാൻ പറഞ്ഞ ബലഹീനതകളിൽ ആണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കുറേ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് ആണ്. ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെയും അതിനുശേഷമുള്ള കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിലൂടെയും
നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ ബന്ധങ്ങളിലും. അപ്പം നമുക്ക് ആദ്യം വിചാരിക്കുന്നത് എന്താ കർത്താവ് വാളെടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്, വാൾ വരുത്താൻ വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. അതായത് ക്രിസ്ത്യൻ സമാധാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ റിസൾട്ട് ഓഫ് കോംപ്രമൈസ്, ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ദ ഇന്നർ പീസ് ദാറ്റ് ദ ലോർഡ് ഗീവ്സ് യു. ദൈവം നമുക്ക് തരുന്ന സമാധാനമാണ്. കേൾക്കുന്നുണ്ടോ? ദൈവം നമുക്ക് തരുന്ന സമാധാനമാണ് ശരിക്കും ഇതും പൊട്ടിപ്പോയാൽ ഞാൻ കൈ പിടിച്ചോളാം. ഓക്കെ, ഈസ് ദാറ്റ് ഓക്കെ? ഓക്കെ ആണോ? ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്രിസ്തീയ വിവാഹ ജീവിതം എന്ന് മാത്രമല്ല, എല്ലാ ക്രിസ്ത്യൻ റിലേഷൻഷിപ്സും അൺകോംപ്രമൈസിംഗ്ലി കർത്താവിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതായി മാറിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വാളുണ്ടാകാനുള്ള സാധ്യത ഓക്കെ. അപ്പോൾ ഏത് റിലേഷൻഷിപ്പിലായി, ഈവൻ ചർച്ചിലായാൽ പോലും നമുക്കറിയാം ചർച്ചുകളിലെല്ലാം വഴക്കുണ്ടാകുന്നത് എങ്ങനെയാണ്? ചർച്ചുകളിലെല്ലാം വഴക്കുണ്ടാകുന്നത് കോംപ്രമൈസ് ചെയ്യാതെ വരുമ്പോഴല്ലേ. അതായത് നിങ്ങൾ തെറ്റുകൾ കണ്ടാൽ ഞാൻ കണ്ണടക്കില്ല എന്ന നീതിബോധം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? മിക്കവാറും വഴക്കുണ്ടാകും. മനുഷ്യൻ്റെ നീതികൾ തമ്മിലാണ് എപ്പോഴും ഏറ്റുമുട്ടുന്നത്. ആരാണ് കൂടുതൽ നീതിമാൻ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എല്ലാ സമയത്തും മനുഷ്യൻ്റെ നീതിയാണ് വഴക്കാളി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ശരി, ഒരു പൊസിഷൻ കണ്ടെത്താൻ കുറേ നേരം കഷ്ടപ്പെട്ടു. എനിക്കൊന്ന് മർമ്മം പിടികിട്ടുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിവാഹ ജീവിതത്തെക്കുറിച്ചും ഏതൊരു ക്രിസ്തീയ ബന്ധത്തെക്കുറിച്ചും നമ്മുടെ പ്രതീക്ഷകൾ എപ്പോഴും ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് പ്രതീക്ഷകൾ തെറ്റിപ്പോയ സംഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ രക്ഷിക്കപ്പെടുന്നത് കോളേജ് പഠനകാലത്താണ്. അപ്പോൾ കോളേജ് പഠനകാലത്ത് എനിക്ക് രക്ഷിക്കപ്പെടുന്ന സമയത്ത് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ചെറുപ്പകാലത്ത് ഈ റോമൻ കാത്തലിക് വിശുദ്ധന്മാരുടെ കഥകളൊക്കെ വായിച്ചിട്ടാണ്. എന്താണെന്നറിയത്തില്ല, ഈ കന്യാസ്ത്രീകളുടെ സ്കൂളിൽ പഠിച്ച ആദ്യകാലത്ത് എപ്പോഴും ഈ കന്യാസ്ത്രീകൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ പുസ്തകം എനിക്ക് വായിക്കാൻ തരും. ഇതെനിക്ക് എന്തിനാണ് കൊണ്ടു തരുന്നതെന്ന് ഉള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ അത് വല്ല ചെറുപുഷ്പത്തിൻ്റെയോ അങ്ങനെയൊക്കെയാണ്, ലിറ്റിൽ ഫ്ലവറോ പിന്നെ എന്താ പറയുന്നത് കൊച്ചു ത്രേസ്യയുടെയോ ഫിലോമിന അങ്ങനത്തെ കഥകളാണ് ഈ കന്യാസ്ത്രീകൾ കൊണ്ടു തരുന്നത്. അതുപോലെ സഫറിങ്ങിലൂടെ ഫ്രാൻസിസ് അസീസിയുടെ കഥ, മറ്റേ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കഥ, അതാ ഫ്രാൻസിസ് അസീസി, പിന്നെ ഫ്രാൻസിസ് സേവിയറുടെ കഥ, ഇങ്ങനെ 100,000 കഥകൾ തരുള്ളൂ. ഞാനാണെങ്കിൽ കത്തോലിക്കനല്ല താനും. അപ്പോൾ എന്തിനാണ് ഈ കന്യാസ്ത്രീകൾ എനിക്കിത് തരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഞാനിതെല്ലാം ചെറുപ്പത്തിലെ മിക്കവാറും ഈ കഥകളെല്ലാം വായിച്ചിട്ടുണ്ട്. ചെറിയ കഥാപുസ്തകം പോലെ ഇവർ ഇറക്കും പിള്ളേരെ സ്വാധീനിക്കാൻ വേണ്ടി.
പിന്നെ കുറച്ച് നാൾ CSI പള്ളി പോയി. CSI പള്ളി പോയപ്പോൾ അവിടുത്തെ സൺഡേ സ്കൂളിലും അവരുടെ ചലഞ്ചുകളിലെല്ലാം നമ്മൾ കേൾക്കുന്ന ബെഞ്ചമിൻ ബെയ്ലിയും C.T. സ്റ്റഡും നമ്മുടെ ഹഡ്സൺ ടൈലറിനെ കുറിച്ചും വില്യം കേറിയെക്കുറിച്ചും ഒക്കെ ഞാൻ കേൾക്കുന്നത് CSI പള്ളിയിൽ വെച്ചാണ്, അവരുടെ സൺഡേ സ്കൂളിലൊക്കെ വെച്ചാണ് മിഷണറി ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവലായിരിക്കുമല്ലോ, നമ്മുടെ അസംഷൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് എൻ്റെ ചിന്ത, ഇനി ഞാനെങ്ങാനും ഇവരിലൊരാളെ പോലെ എങ്ങാനും ആയി പോകുമോ എന്ന് ചിന്തിച്ചാണ് സ്നാനപ്പെടുന്നത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എല്ലാവരും ക്രൈസ്റ്റിന് വേണ്ടി ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാലാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ആദ്യത്തെ സ്നാനമൊക്കെ പെട്ട് കഴിഞ്ഞ് ആദ്യത്തെ പ്രസംഗം ഞാൻ കേൾക്കുകയാണ്, നിന്നെ അപമാനിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം. ഇതാണ് ആദ്യം കേൾക്കുന്നത്. അപ്പം അങ്ങനെ കേൾക്കുമ്പം കർത്താവിനില്ലാതിരുന്ന ചില സൗഭാഗ്യങ്ങളിലേക്ക് ലോകത്തിൻ്റെ അപമാനമേറ്റ് ക്രൂശിതനായി മരിച്ച കർത്താവിൻ്റെ ദാസരായി വിളിക്കപ്പെട്ട നമ്മളോട് ഇവർ ക്ഷണിക്കുന്നത് ഈ ലോകത്തിൻ്റെ മാനം ഷെയർ ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പ്രതീക്ഷകൾ തെറ്റിയിരിക്കുന്നു. ഞാൻ വിചാരിച്ച സ്ഥലത്തല്ല ഞാൻ എത്തിയിരിക്കുന്നത്. പിന്നീട് വർഷങ്ങളോളം ഈ പ്രോസ്പെരിറ്റി തിയോളജിയോടും നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള തെറ്റായ പ്രോമിസുകളോടുമുള്ള പോരാട്ടമായിരുന്നു. അങ്ങനെ 2002, 2001, 2002 സമയത്ത് പെന്തക്കോസ്ത് വിട്ട് തിരിച്ചു പോയാലോ എന്ന് വളരെ കൂലങ്കഷണം, ക്രൈസ്റ്റ് വാസ് മിസ്സിങ് ഫ്രം എവരിവെയർ. ക്രിസ്തു എന്ന് പറയുന്ന ഒരാളുടെ പ്രസൻസ് ഇതിനകത്തില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ ഞാൻ നടത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ബിഗ് ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഈ ചർച്ചിനകത്തോട്ട് വന്നപ്പോൾ സംഭവിച്ചത്, ഇറ്റ് വാസ് നോട്ട് വാട്ട് ഐ എക്സ്പെക്റ്റഡ്. അതുപോലെ ജീവിതത്തിലെല്ലാ സാഹചര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ റിയാലിറ്റിയുടെ അടുത്തടുത്ത് വരുമ്പോഴേക്കും ദാറ്റ് റോസി പിക്ചർ ചേഞ്ചസ്. നമുക്ക് പലതരത്തിലുള്ള സ്ട്രഗിൾസും കഷ്ടങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളെ വിവാഹം കഴിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? അതായത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ എന്ത് ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും, ഇനി ബൈബിളിൽ നിന്ന് ആലോചിച്ചാൽ പോലും, ബൈബിളിനെ ബുദ്ധിയോടെ സമീപിച്ചാലും വിവാഹം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പോൾ ഒത്തിരി പിള്ളേർ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്ന് പറഞ്ഞൊരു പയ്യൻ എന്നല്ല നമ്മൾ പറയുന്നത്, ഒരു യൗവനത്തിൻ്റെ പടിവാതിൽ നിൽക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുന്നില്ല. ഒരു യുവാവ്. ഞാൻ എന്താണ് കാര്യം? അതേ പറഞ്ഞു, ഇതൊരു നിങ്ങൾ ചിന്തിക്കുന്നവരൊരു വിഷയമല്ല, ഞാനൊരു സ്പിരിച്വൽ ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവെ, ഒറ്റയ്ക്ക് ജീവിച്ച് ശുശ്രൂഷിക്കാൻ എന്നെ നീ സഹായിക്കണമേ. ഇതൊരു പ്രെയറാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ആ ആൾ പറഞ്ഞത്, കോംപ്രമൈസ് ചെയ്ത് കർത്താവിനെ അനുഗമിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കിത് നേരിടാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് വിവാഹം കഴിക്കാതെ ശുശ്രൂഷിക്കാനുള്ള കൃപ നീ എനിക്ക് തരണേന്ന് ഒരു സ്പിരിച്വൽ പ്രെയർ ഞാൻ കർത്താവിന് മുമ്പിൽ വെച്ചിരിക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞു. ഇന്ന് ക്രിസ്ത്യൻ രാജ്യങ്ങളെന്ന് അഭിമാനിക്കുന്ന രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെതിരെയുള്ള ഒരു നിലപാട് വർദ്ധിച്ചു വരുന്നത്. ക്രിസ്ത്യ രാജ്യങ്ങൾ മുഴുവൻ, അതായത് വെസ്റ്റേൺ രാജ്യങ്ങളിൽ മുഴുവൻ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര തകർച്ചയിലാണ്. കാരണം വിവാഹം എന്ന് പറയുന്നത്, നമ്മളെല്ലാം മുതിർന്നവർ തന്നെയാണല്ലോ ഇരിക്കുന്നത്, വിവാഹം എന്ന് പറയുന്നതിനകത്തുള്ള കമ്പാനിയൻഷിപ്പ്, വിവാഹത്തിനകത്തുള്ള ദൈവം അനുവദിച്ചിട്ടുള്ള സന്തോഷങ്ങൾ, എൻജോയ്മെൻറ്റ്, ഇതെല്ലാം ഇന്ന് ഒരു മനുഷ്യൻ്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ ഈ മെഷീനുകളുടെ ലോകത്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലോകത്ത് അനുഭവിക്കാനുള്ള പലവിധമായ സാഹചര്യങ്ങളുണ്ട്. ഇന്ന് ഒരു മനുഷ്യനുമായിട്ട് പങ്കുവെക്കുന്നതിനേക്കാളും എളുപ്പമാണ് AI-യുമായിട്ട് നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ. They comfort you much better than a human being can ever do. നിങ്ങൾ
നിങ്ങളൊരു ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയി ഒരു ഉപദേശം ചോദിക്കുന്നതിനേക്കാളും ബുദ്ധിപരമായ ഉപദേശം ആര് തരും? AI തരും. നിങ്ങളൊരു മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനത്തിന് കഴിയും. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ പറയുന്നതിനേക്കാളും ഒന്നാന്തരം കോമഡി പറയാൻ നിങ്ങളുടെ കയ്യിരിക്കുന്ന മെഷീന് സാധിക്കും. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ റോബോട്ടിനാൽ നിയന്ത്രിതമായ ഭാര്യ ഭർത്താക്കന്മാർ ഉണ്ടാകുന്ന ഒരു അടുത്ത ലെവലിലേക്ക് വന്നിരിക്കുക. നമ്മൾ പറയുന്നതിനൊന്നും യാതൊരു ശല്യവും ഇല്ലാത്ത, വേണ്ടാത്തപ്പം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഭാര്യ ഭർത്താവ്. എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളുടെ മറുപടി പറയും AI ആണ്, സംസാരിക്കും, നമ്മുടെ കൂടെ വന്നിരിക്കും, ചിലപ്പം ചായയും കുടിച്ചെന്ന് വരും, പറയാൻ പറ്റത്തില്ല. വരാൻ പോകുന്ന ലോകത്ത് അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെ ആയിരിക്കും മനുഷ്യൻ അന്വേഷിക്കുന്നതെന്ന്. കാരണം ശല്യമില്ല, പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഇല്ല, നമ്മൾ പറയുന്ന പോലെ പെരുമാറിക്കും. സ്നേഹമായിട്ട് പെരുമാറാൻ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ സ്വിച്ച് ഇട്ടാൽ സ്നേഹമായിട്ട് വരും. മനുഷ്യൻ അവൻ്റെ ഗതികേട് കൊണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേദപുസ്തകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആദവും ഹവ്വയും വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, അത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ദൈവം പറയുകയാണ്, ആദം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ല, ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഓക്കെ, പക്ഷെ ശരിക്കും നമുക്കറിയാം ആദം ഏകനായിരിക്കുമായിരുന്നു കുറച്ചുകൂടെ നല്ലത്. കാരണം ഏകനായിരിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പല ആളുകളും വിവാഹത്തെ പേടിക്കുന്ന പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പ്രശ്നം ഉണ്ടാവുമെന്ന് കണ്ടിട്ട് തന്നെയാണ് ദൈവം അതിനെ നല്ലതെന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ മിണ്ടാതിരുന്ന് പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിനേക്കാളും നല്ലത് കല്യാണം കഴിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. കാരണം ദൈവം അതിനെയാണ് നല്ലതെന്ന് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബലഹീനതകളിൽ കൂടെ മാത്രമാണ് നമുക്ക് ശരിക്കും ദൈവത്തിൻ്റെ ശക്തി അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എന്തുമാത്രം ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ, എന്തുമാത്രം ക്രിസ്തുവിനെ നമ്മുടെ വിശ്വാസം പ്രായോഗികമാകുമെന്നുള്ളതിൻ്റെ ഒരു കളരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ജീവിതം എന്നുള്ളതാണ് കാരണം. നമ്മൾ ആരെ വിവാഹം കഴിക്കണം, എങ്ങനെ വിവാഹം കഴിക്കണം, അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് പറയാം. നിങ്ങൾ അതിൽ കല്യാണം കഴിച്ച ആൾക്കാരായതുകൊണ്ട് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പിള്ളേരുടെ കാര്യത്തിലെങ്കിലും ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും വിവാഹം കഴിക്കാൻ 2 വഴികളാണുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 വഴികളേ ഉള്ളൂ. ഒന്ന്, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തരുന്നത് വാങ്ങിക്കുക. അപ്പം പിന്നെ ദൈവം തിന്മയായിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട്, ദൈവമാണ് തന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ദൈവം തിന്മയായിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? ദൈവമേ, ഈ ആളെ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രമെന്ന് പറയാൻ പറ്റും. അപ്പം ജീവിതത്തിൽ അതൊരു റെസ്റ്റ് നമുക്ക് തരും. എന്ത് റെസ്റ്റ് തരും? ദൈവം തന്നെന്ന് വിചാരിച്ചിട്ട് നല്ലതായിരിക്കണം എന്നൊന്നുമില്ല. കാരണം ഹവ്വ നല്ലതാന്ന് ആദത്തിന് പിന്നെ മനസ്സിലായതൊന്നും ശരിയല്ല എന്നുള്ള കാര്യം. അപ്പം ആദമാണെങ്കിൽ ദൈവത്തോടൊരു അക്ഷരം പോലും ചോദിക്കാതെ നല്ല ഉറക്കത്തിലായിരുന്നപ്പോഴാണ് ഹവ്വയെ കൊടുത്ത്. There was no Adam's participation in selecting his bride. ആദം ഒരു സജഷൻ പോലും കൊടുക്കാതെയാണ്. അപ്പം ദൈവത്തിൻ്റെ പൂർണ്ണമായ ഇഷ്ടമായിരുന്നു ആര്? ഹവ്വ. അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു വിവാഹം കഴിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ദൈവം കൈ പിടിച്ച് തരുന്ന ആളെ മേടിച്ചുകൊണ്ട് പോരുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ചിന്തിക്കാവുന്ന ഏക വഴി. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദൈവം തന്നതാണെന്ന് എങ്ങനെ അറിയും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് ദൈവം തന്നതാണോ എന്ന് അറിയുന്നത്? നമ്മൾ സാധാരണ കല്യാണത്തിന് തൊട്ട് മുമ്പ് തലയാഴ്ചയാണ് ഇതിന് ചോദിക്കുന്നത്, ദൈവഹിതമാണോ കർത്താവേ, പറയണേ വെളിപ്പെടുത്തണേ, പാസ്റ്ററോടെ ചോദിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവഹിതമാണോ എന്ന് പറയണേ. അങ്ങനെ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ ഹിതം അറിയാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ ഹിതം അറിയുന്നത് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ജീവിതത്തിനകത്തുനിന്ന് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഒരു വിവാഹം ആലോചിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെക്കോർഡിങ് ആയതുകൊണ്ടാണ് ഒരു വിഷമം. ഇത്
ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ വിവാഹ കൗൺസിലിംഗ് ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന കഥകളൊക്കെ അവർ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നാട് മുഴുവൻ ഈ മനുഷ്യൻ പറയുവാണല്ലോ. ഏതായാലും യൂട്യൂബ് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ അവിടെ ഇരുന്നോട്ടെ, ആർക്കും കൊടുക്കണ്ട. ഏതാ ഇതാ, ഇതും എൻ്റെ കൂടെ വരും. ഓക്കെ, ഇതാ. അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇവർ ദൈവഹിതം ആണ്. എന്താ ദൈവഹിതം എന്നറിയോ? മകളെ സംബന്ധിച്ച് വന്നിരിക്കുന്ന പ്രപ്പോസൽ ദൈവഹിതമാണ്. അമ്മയും അപ്പനെയും സഹോദരങ്ങളെ സംബന്ധിച്ച് അത് ദൈവഹിതമല്ല. ഇനി ഇതിലേതാണ് ദൈവഹിതം എന്ന് എങ്ങനെ കാണും? പോരാത്തതിന് ഈ പെൺകുട്ടിയുടെ ചേച്ചി ഒരു പ്രവാചകി കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? ദൈവഹിതമാണോ അല്ലയോ എന്നുള്ള വിഷയം, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു പാസ്റ്റർ പറഞ്ഞു ദൈവഹിതമാണ്, വേറൊരു പാസ്റ്റർ പറഞ്ഞു ദൈവഹിതമല്ല, വേറൊരു പാസ്റ്റർ പറഞ്ഞു ഈ കല്യാണം കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ പൊട്ടിത്തെറിക്കും, 3 മാസത്തിനുള്ളിൽ, 3 മാസം. അപ്പം ഇങ്ങനെ വിവിധങ്ങളായ ദൈവഹിതങ്ങൾ. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു വിഷയമാണ് എന്ത്? ദൈവഹിതം. ദൈവം പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ദൈവഹിതം കണ്ടുപിടിക്കുന്നത്? ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു കപ്പിൾസിനോട് ഞാൻ ചോദിച്ചു, ആ പയ്യനോട് ചോദിച്ചു, ഈ കല്യാണം നടന്നില്ല എന്ന് വിചാരിച്ചോ? ദൈവഹിതമാണെന്ന് അവർക്ക് ബോധ്യമാണ്, നടന്നില്ല എന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് 0 to 10 സ്കെയിലിൽ എത്ര സങ്കടം ഉണ്ടാവും നടന്നില്ലെങ്കിൽ? അപ്പോൾ അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു 4. അപ്പോൾ 4 പുള്ളി പറഞ്ഞതിനർത്ഥം സങ്കടം ഉണ്ടാവും, പക്ഷേ വിതിൻ കൺട്രോൾ, അതായത് ഹീ ക്യാൻ ഓവർകം ഇറ്റ്. അതായത് നടന്നില്ലെങ്കിൽ ഓക്കെ, സാരമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു കല്യാണം നടക്കുവാന്ന് വിചാരിച്ചോ, എത്ര സന്തോഷം ഉണ്ടാവും? അപ്പോൾ പുള്ളി പറഞ്ഞു 10 എന്ന്, സംശയമില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പുള്ളിക്ക് കല്യാണം നടക്കണം എന്നുള്ളത് പാഷൻ ഡ്രിവൺ അല്ല. അതായത് ഹീസ് ഏബിൾ ടു സേ നോ കംഫർട്ടബിളി. അതായത് ദൈവത്തിൻ്റെ ഹിതം കണ്ടുപിടിക്കാനുള്ള ആ ഒരു യാത്രയിൽ എന്തുപയോഗിച്ചിട്ടില്ല? പുള്ളിയുടെ പാഷൻ ഉപയോഗിച്ചിട്ടില്ല. അതായത് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു പിടിവാശി പുള്ളി എടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇതിനകത്ത് പുള്ളി ദൈവഹിതം അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വളരെ ഈസി ആയിട്ട്, അതായത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വേണ്ടെങ്കിൽ ദൈവം വേണ്ടാന്ന് പറഞ്ഞാൽ പൊക്കോട്ടെ എന്ന് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നോ പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ കൊടുക്കണം, യെസ് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ കൊടുക്കണം. കാരണം ഈ ആദ്യം പറഞ്ഞ കഥയിൽ അവർ ദൈവഹിതം അല്ല എന്ന് പറയാനുള്ള കാരണം അവരുടെ ജാതിയല്ല, പണമല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത് വരുന്ന എല്ലാം സോളിൽ നിന്നാണ്, പ്രാണനിൽ നിന്നാണ് വരുന്നത്. ദൈവഹിതം പ്രാണനിലല്ല, ആത്മാവിലാണ് വരേണ്ടത്. ആത്മാവ് ഒരിക്കലും ചോദിക്കുന്നില്ല പൈസ എത്രയുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എത്രയാണ്, ഓക്കെ, ഒരേ കാസ്റ്റാണോ, ഒരേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണോ, ഈവൻ ആളുകൾ തമ്മിൽ മൈൻഡ് കൊണ്ടെങ്കിലും കോമ്പാറ്റബിൾ ആണോ എന്ന് ആത്മാവ് നോക്കുന്നതേ ഇല്ല. കാരണം നമ്മൾ നമ്മുടെ മൈൻഡുള്ളവരാകാൻ വേണ്ടി അല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ മൈൻഡുള്ളവരാകാൻ വേണ്ടിയാണ്. അപ്പോൾ ആത്മാവ് സംസാരിക്കുമ്പോൾ ആത്മാവ് ഒരിക്കലും പരസ്പരമുള്ള കോമ്പാറ്റബിലിറ്റി നോക്കുന്നതേ ഇല്ല. എന്തുകൊണ്ട് നോക്കുന്നില്ല? എല്ലാവരെയും ക്രിസ്തുവിൽ പുതിയ മനുഷ്യനാക്കി മാറ്റാനുള്ള കർത്താവിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഓരോ വിവാഹവും. അപ്പോൾ തികച്ചും ഇൻകമ്പാറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടിച്ചേർക്കാൻ ദൈവത്തിന് പറ്റും. ആ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ എന്നോട് ആൾക്കാർ പറയാറുണ്ട്, ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ വിവാഹത്തിനെ സംബന്ധിച്ച് തന്നെ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, വിവാഹം എന്ന് പറയുന്നത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഞാൻ പറഞ്ഞു അല്ല, 2 കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചു കൂടിയിരുന്ന് കപ്പയും മീനും തിന്നുന്നതല്ല കല്യാണം. വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നതും, ഒരു സ്ത്രീ തൻ്റെ പിതൃഗൃഹത്തെ മറന്ന് അവളുടെ ഭർത്താവിൻ്റെ കൂടെ പോയി അവരൊന്നിച്ചു തുടങ്ങുന്നതാണ് കുടുംബം. ഇതിൽ 2 കുടുംബങ്ങളുടെയും സ്വാധീനത്തിലല്ല, ക്രിസ്തുവിൻ്റെ സ്വാധീനത്തിലാണ് ഓരോ ക്രിസ്തീയ കുടുംബവും പണിയപ്പെടുന്നത്. അപ്പൻ്റെ സ്വഭാവത്തിലോ അമ്മയുടെ സ്വഭാവത്തിലോ അല്ല, കർത്താവിൻ്റെ സ്വഭാവത്തിലാണ്. ഒരു കുടുംബത്തിൽ വളർന്നു വരുമ്പോൾ ഞാൻ ആർജിച്ചെടുക്കുന്ന സ്വഭാവവും വേറൊരു കുടുംബത്തിൽ വളർന്നു വരുന്നയാൾ ആർജിച്ചെടുക്കുന്ന സ്വഭാവവും, ഈ 2 സ്വഭാവങ്ങൾ തമ്മിലുള്ള കോംപ്രമൈസ് അല്ല ക്രിസ്തീയ വിവാഹം. ക്രിസ്തു തലയായിരിക്കുന്ന
ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ രക്ഷിക്കപ്പെട്ട രണ്ടുപേർ ഒന്നിച്ചുകൂടി യേശു ക്രിസ്തു എന്ന തലയിലേക്ക് വളരാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ഒരു വിവാഹത്തിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ വിവാഹം എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്നുള്ളതിന് ഞാൻ ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു, നിങ്ങളുടെ ചർച്ചിൽ കല്യാണം നടക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിക്കാൻ റെഡിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരോട് ഒരു ചോദ്യം ചോദിക്കുള്ളൂ, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ? നിങ്ങൾക്ക് ഒരേ വിഷനാണോ ഉള്ളത്? നിങ്ങൾ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് 100% ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടോ? ഇനി നിങ്ങൾ വേറെ കല്യാണം വല്ലതും കഴിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നത്തിലുള്ളവരാണോ? ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് കല്യാണം നടത്തി കൊടുക്കാൻ യാതൊരു തടസ്സമില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അപ്പനന്മാർ സമ്മതിച്ചോ? നിങ്ങളുടെ സാമ്പത്തികം എന്തുണ്ട്? പെൺകുട്ടിയുടെ വീട്ടിൽ എന്ത് അസറ്റുണ്ട്? പുരുഷൻ്റെ കയ്യിൽ എന്ത് അസറ്റുണ്ട്? ഒന്നും ഞങ്ങൾ ചോദിക്കില്ല. കാരണം ഞങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ല, ഞങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരാണ്. ഞങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ല, ഞങ്ങൾ സെൻസസ് എടുക്കുന്നവരും അല്ല. നിങ്ങൾ ഏത് ജാതിയാണ് മതമാണെന്ന് ചോദിക്കാൻ. നമുക്ക് ആകെ പറ്റുന്നത് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് അനുഭവിച്ചിട്ടുള്ളവരാണോ എന്നറിയാൻ വേണ്ടിയാണ്. ഇനി കർത്താവിൻ്റെ വീണ്ടെടുപ്പ് അനുഭവിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ മാരേജ് പ്രിൻസിപ്പിൾസ് എല്ലാം വേറെയാണ്. യേശു ഹൃദയത്തിലില്ലാത്തൊരു സാധാരണ വ്യക്തി വേറൊരു സാധാരണ വ്യക്തിയെ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കല്യാണത്വങ്ങൾ, വിവാഹ കുടുംബജീവിത തത്വങ്ങളെല്ലാം വേറെയാണ്. ആ തത്വങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യവാന്മാരാകുന്നത്. അതായത് സെക്കുലർ വിവാഹങ്ങളിൽ എപ്പോഴും രണ്ടുപേരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. അതായത് ഭർത്താവ് പറയുന്നു, നീ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നില്ല, ഭാര്യ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല. ഈ പരാതിയുടെ മേലിലാണ് ഈ മിക്കവാറും എല്ലാ കല്യാണങ്ങളും അത് തമ്മിലുള്ളൊരു കോംപ്രമൈസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, നീ ഭർത്താവ് പറയുന്ന കുറേയൊക്കെ കേൾക്കണം. ഭാര്യയോട് പറയും, അല്ല ഭർത്താവിനോട് പറയും, ഭാര്യ പറയുന്നത് വല്ലപ്പോഴും ഒക്കെ കേൾക്കണം. ഓക്കെ, പക്ഷെ ക്രിസ്ത്യ വിവാഹത്തിൽ ഇത് രണ്ടും നടപ്പാവത്തില്ല. രണ്ടുപേരും കൂടി ഇരുന്ന് ഈ കാര്യത്തിൽ ദൈവം എന്ത് പറയുന്ന അന്വേഷിച്ചാൽ മാത്രമേ അതൊരു ക്രിസ്ത്യ വിവാഹമുള്ളൂ. ഉദാഹരണത്തിന്, നമുക്ക് അങ്ങോട്ട് പോകാവുന്ന ഒരാളും ഇങ്ങോട്ട് പോകാവുന്ന ഒരാളും പറയുവാണെങ്കിൽ നേരെ പോകാനാണ് കർത്താവ് പറയുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് അനുഗമിക്കാൻ ഈ രണ്ടു പേർക്കും കഴിയണം. അതാണ് ക്രിസ്തു തലയായ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. അപ്പം ശരിക്കുമുള്ള തലയെന്ന് പറയുന്നത് ക്രിസ്തു ആണെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കോംപ്രമൈസ് ചെയ്തുള്ളൊരു ജീവിതം കർത്താവിന് യോഗ്യമല്ല. അത് ഇവർക്ക് പരസ്പരം യോഗ്യമാണ്, നാട്ടുകാർക്ക് കാണുമ്പോഴും ഐശ്വര്യമാണ്. പക്ഷെ കർത്താവിനത് യോഗ്യമല്ല. കാരണം തല എന്ന സ്ഥാനത്ത് നിന്ന് അവനെ പുറത്താക്കിയിരിക്കുന്നു. ഒന്നുകിൽ ഒരു വീട്ടിൽ ഭാര്യ തലയാകുന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ ഭർത്താവ് തലയാകുന്നു. അത് ഏത് തലയാകുന്നുള്ളത്, ആര് തലയാകുന്നുള്ളത് അവരവരുടെ തൻ്റെ ഇടം പോലെ ഇരിക്കും. ആരാ പുറത്തു പോയത് ആരാ? ക്രിസ്തു എന്ന തല. അപ്പം ഞാൻ പറയുന്നത് നടക്കുന്ന കുടുംബമുണ്ട്, അവള് പറയുന്നത് നടക്കുന്ന കുടുംബമുണ്ട്. പക്ഷെ കർത്താവ് പറയുന്ന നടക്കുന്ന കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു ക്രിസ്തീയ കുടുംബം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം രണ്ടുപേരും മരിക്കാൻ തയ്യാറായാൽ മാത്രമേ എന്തുള്ളൂ, ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉള്ളൂ. സാധാരണ നമ്മളൊരു സെക്യുലർ കല്യാണത്തിന് ശേഷമുള്ള കുടുംബം കൗൺസിലിംഗ് അതിനെല്ലാം പറയും, നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ വിട്ടിട്ട് പൊക്കോ. കാരണം കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ദേ ആർ ടു എക്സ്ട്രീം എൻഡ്സ്. രണ്ട് അങ്ങേ അറ്റത്തെ ഇല്ല നിൽക്കുന്നത്. എന്ത് ചെയ്താൽ മുട്ടുന്നില്ല എന്ന് എന്ത് ചെയ്യും? വിട്ടിട്ട് വേറെ വഴിയില്ല. ബിക്കോസ് സോ മെനി റിലേഷൻഷിപ്സ് ആർ ടോക്സിക് റിലേഷൻഷിപ്സ്. കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പിരിഞ്ഞോളാൻ പറയും. പക്ഷെ നമുക്കങ്ങനെ പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് എത്രയും നിങ്ങളുടെ വിവാഹം പ്രതിസന്ധിയിലാകുന്നോ അത്രയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനുള്ള പ്ലേസ് അവിടെ കിട്ടുക. മനസ്സിലായോ? നിങ്ങൾ ഏറ്റവും കഠിനമായൊരു വിവാഹത്തിന് നടുവിലാണ്, ഒരു വളരെ ടോക്സിക് ആയ ഒരു വിവാഹത്തിന് നടുവിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കാണ് ഈ കൃപ നിറയാനുള്ള ഏറ്റവും എംപ്റ്റി ആയിട്ടുള്ള പാത്രം എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശരിക്കും ക്രിസ്ത്യൻ വിവാഹങ്ങൾ നടക്കുന്ന പ്രിൻസിപ്പിൾസ്, അതായത് അത് എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ളതിന് ഒരു വിഷയം ഞാൻ പറഞ്ഞുള്ളൂ. അതെങ്ങനെയാണ് നടക്കേണ്ടത്? ദൈവം ഹാൻഡിൽ ചെയ്ത് തിരഞ്ഞെടുത്ത് ഹവ്വായെ പോലെ തരുന്ന ആള്, അത് ഏത് ഷേപ്പിലായാലും. ഇനി ആദമിനെ പോലെ കിട്ടുന്ന ആൾ, ഹവ്വമാരെ സംബന്ധിച്ച് ആദമിനെ പോലെ കിട്ടുന്ന ആൾ ഏത് ഷേപ്പിലുള്ള ആളാണെങ്കിലും ഇറ്റ്സ് എ ഗോഡ് ഗിവൺ ഗിഫ്റ്റ്. ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഈ ലോകത്ത് സമാധാനമായിട്ട് ഐസ്ക്രീമും കഴിച്ച് കെട്ടിപ്പിടിച്ച് നടക്കണം എന്നല്ല. അതുണ്ട്, പക്ഷെ അതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. നിങ്ങൾ രണ്ടുപേരും ക്രിസ്തുവിൻ്റെ തലയോളം വളർന്നു വരുന്ന വിശുദ്ധീകരണം പ്രാപിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഗോഡ് സെലക്ട്സ് അപ്രോപ്രിയേറ്റ്ലി. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഇത് രണ്ടാമത്തെ വേറൊരു വഴി നോക്കി. ഈ രണ്ട് വഴികൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മൂന്നാമത്തെ വഴി
ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള കോമ്പാറ്റിബിലിറ്റി നോക്കുക എന്നുള്ളതാണ്. ഈ രണ്ടുപേരും തമ്മിലുള്ള കോമ്പാറ്റിബിലിറ്റി, അതായത് എന്തുമാത്രം യോജിച്ച് പോകാൻ പറ്റും. അപ്പം ശരിക്കും ഒരേ ജാതിയിലുള്ളവർ, ഒരേ വിദ്യാഭ്യാസമുള്ളവർ, ഒരേ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ, ജീവിതത്തെക്കുറിച്ച് ഒരേ ആശയങ്ങളുള്ളവർ. ഇന്ന് വിവാഹ കൗൺസിലിങ്ങിൻ്റെ എല്ലാ ലക്ഷ്യം അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ ആശയങ്ങളാണോ നിങ്ങൾക്കുള്ളത്? ലക്ഷ്യങ്ങൾ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കോമ്പാറ്റിബിൾ ആയിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഒരേ കാഴ്ചപ്പാടുകളുള്ളവരുടെ എന്താണ് ഒരു നോട്ടം. അപ്പം അവരും ഡോക്ടറാണ്, ഇയാളും ഡോക്ടറാണ്. അപ്പോൾ 2 ഡോക്ടർമാരെ കൂട്ടി കല്യാണം കഴിപ്പിക്കും അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കുന്ന ആൾക്കാർ. അവരും വലിയ കുടുംബത്തെ. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ കല്യാണം നടക്കാൻ നേരത്ത് പാസ്റ്റർ പറയാണ്, നമ്മുടെ നാട്ടിലെ 2 വലിയ കുടുംബങ്ങളിലെ പിള്ളേരാണ് ഇന്ന് യോജിക്കുന്നത്. ആ പെൺകുട്ടിയുടെ അപ്പം പാസ്റ്റർ എന്ന് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ അതൊക്കെ വിട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്, ഒന്ന് മിണ്ടാതിരിക്കാൻ കൂടെ എന്ന് ചോദിച്ചു. ഇവർ കുടുംബത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയില്ല. അന്നേരമാണ് വലിയ കുടുംബം എന്ന് പറയുന്നത്. പോയത് അതൊക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വലിയ കുടുംബങ്ങളാണെങ്കിൽ ഭാര്യ എൻ്റെ കുടുംബം ഞാൻ എവിടെ നിന്ന് വന്നാന്ന് അറിയാൻ ചോദിക്കും. ഭർത്താവിനും പറയാൻ പറ്റണം ഞാനും അത്ര മോശക്കാരൻ അല്ല എന്ന് പറയണമെങ്കിൽ കോമ്പാറ്റിബിൾ ആയിട്ട് തന്നെ കല്യാണം കഴിക്കാവൂ. ശരിയല്ലേ? അതല്ലേ കുറേ കാര്യം പറയും, നിങ്ങളെ കെട്ടണ്ട നിൻ്റെ അപ്പം പറഞ്ഞതാണ്. നിങ്ങളുടെ വീട് വന്ന് കണ്ടപ്പം അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതല്ല, പിന്നെ അങ്ങ് പാവം തോന്നി കെട്ടിപ്പോയതാണ്. അതുകൊണ്ട് നാട്ടിൽ കല്യാണം നടക്കുവാണെങ്കിൽ എങ്ങനെ നടക്കാവുള്ളൂ? പരസ്പരം യോജിക്കുന്ന, ഒരേ കുടുംബ ബാക്ക്ഗ്രൗണ്ടുള്ള, ഒരേ പൊരുത്തമുള്ള. അതിന് 10 പൊരുത്തമോ കഴിഞ്ഞ ദിവസം കേട്ട് 10ൽ 16 പൊരുത്തം. അതെന്താ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ഈ ലോകത്ത് വിവാഹങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ ലോകത്തിലെ വിവാഹങ്ങളുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടെ ഒരു കോംപ്രമൈസിങ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഒരു മിഡിൽ ഗ്രൗണ്ട്. ഓക്കെ, ഭർത്താവിനൊരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ അത് എത്ര ദൈവികമായ കാര്യമായാലും ഭാര്യ അത് ചെയ്യുന്നില്ല. കാരണം ആസ് എ കോംപ്രമൈസ് ഷീ ഈസ് കോംപ്രമൈസിങ് ഹെർ ഫെയ്ത്ത്. ഭർത്താവ് എത്ര ഉന്നതമായ വിശ്വാസം പറഞ്ഞാലും ഭാര്യയ്ക്ക് അത് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫോർ ദ സേക്ക് ഓഫ് മാരേജ് ഭർത്താവ് എന്ത് ചെയ്യുന്നു? കോംപ്രമൈസ്. പക്ഷെ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ അടി ഉറപ്പാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വിവാഹത്തെ സമീപിക്കേണ്ടത്? ഏത് വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇനി വേറൊരു കാര്യം പറയാം. നിങ്ങൾ കോമ്പാറ്റിബിലിറ്റി നോക്കി കല്യാണം കഴിഞ്ഞ ശേഷമാണ് ക്രിസ്ത്യാനി ആയതെങ്കിൽ, അപ്പോൾ കർത്താവ് പറയും, നീ ഇങ്ങനെ കെട്ടിയതുകൊണ്ട് എൻ്റെ പണി നടക്കില്ല, അതുകൊണ്ട് നീ ഇവളെ വിട്ടിട്ട് വേറെ കെട്ടാൻ കർത്താവ് ഒരിക്കലും പറയില്ല. കാരണം എങ്ങനെ കല്യാണം നടന്നാലും നടന്നു. അപ്പോൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കല്യാണം നടന്നു എന്നുള്ളത് അപ്രസക്തമാണ്. കാരണം നമ്മുടെ മണ്ടത്തരങ്ങളിലൂടെയാണ് മിക്കവാറും ദൈവം പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഏറ്റവും വലിയ കോമ്പാറ്റിബിൾ ആയിരിക്കും എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ആളാണ്, ഞങ്ങൾ ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇയാളുടെ ഒറിജിനൽ സ്വഭാവം ഇതൊന്നും അല്ലായിരുന്നു എന്ന് പിടികിട്ടുന്നത്. അപ്പം എല്ലാം നോക്കി കഴിഞ്ഞ ദിവസം ഒരാൾ പറയായിരുന്നു, ഹിന്ദുവാ പുള്ളി, പുള്ളിയാണ് ഈ 10ൽ 16 പൊരുത്തം എന്ന് പറഞ്ഞത്. 10ൽ 16 ആ നമ്പർ ഓർക്കുന്നില്ല. പൊരുത്തമായിട്ട് ആദ്യത്തെ കല്യാണം ഡൈവേഴ്സ് ആയിപ്പോയി. രണ്ടാമത്തെ കല്യാണം ഒന്നും നോക്കാതെ നടത്തി, ഒരു കുഴപ്പമില്ല. അതാരാന്ന് പറയുന്നില്ല, ഒരാൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എവിടെയാണ് ഈ ബോംബ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പതുക്കെയാണ് ഡിസ്കവർ ചെയ്യുന്നത്. കാരണം ഓരോ മനുഷ്യരും വളർന്നു വരുന്ന അന്തരീക്ഷം അനുസരിച്ച്, സർക്കംസ്റ്റാൻസ് അനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റീസിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇപ്പം വളരെ ടോക്സിക്കായ പേരൻറ്റിംഗ് ഉള്ള വീടുകൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു പെൺകുട്ടിയുടെ ഡോക്യുമെൻ്ററി, ബെത്ത് എന്നാ കുട്ടിയുടെ പേര്, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. അതിനെങ്ങനെ സെർച്ച് ചെയ്യേണ്ടത്, ബെത്ത് ഒത്തിരി ഉണ്ടല്ലോ, എങ്ങനെ സെർച്ച് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ വീഡിയോ സേവ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ കഥ ഇതാണ്. ഒരു പെൺകുട്ടി, 6 വയസ്സുള്ളൊരു കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ഈ കൊച്ച് 6 വയസ്സുള്ള കൊച്ച് 5-6 വയസ്സുള്ളപ്പോൾ തൊട്ട്, 5 വയസ്സുള്ളപ്പോൾ തൊട്ടാന്ന് തോന്നുന്നു, ഒരു കത്തി എപ്പോഴും കൈവയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കത്തി കൊണ്ടുവേണം. ഒരു ദിവസം അവളുടെ ഇളയ അനിയനെ അവൾ ഭിത്തിയോട് ചേർത്ത് ഇടിപ്പിച്ചിട്ട് അവൻ്റെ ഫ്രണ്ടെല്ലാം മുഖമെല്ലാം ഒരഞ്ഞ് ബ്ലഡ് വന്നു. നിങ്ങൾ ഇൻ്റർവ്യൂ കേട്ടാൽ, ആ കൊച്ചു പറയുന്നത് കേട്ടാൽ നമ്മൾ
ഞെട്ടിപ്പോവും. അവൾ പറയുന്നത്, എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്? കൊല്ലാൻ. ആരെ? അനിയനെ. നീ ആരെയൊക്കെ കൊല്ലും? ഡാഡി, മമ്മി. എന്തിനാ ഇങ്ങനെ കൊല്ലുന്നേ? അവൾ പറയുന്നത്, എൻ്റെ ചുറ്റും മനുഷ്യരൊന്നും വേണ്ട, എനിക്ക് ഫ്രീ ആയിട്ട് ജീവിക്കണം, എൻ്റെ ചുറ്റും മനുഷ്യരൊന്നും വേണ്ട. കേൾക്കുന്നുണ്ടോ? എൻ്റെ ചുറ്റും മനുഷ്യരൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ കൊല്ലാൻ വേണ്ടിയാണ് കത്തിയായിട്ട് നടക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ ഒറിജിനൽ അപ്പനും അമ്മയും അല്ല അത്. ഇപ്പോൾ ആ കുട്ടിയെ വളർന്നൊരു പാസ്റ്ററും വൈഫുമാണ്. ഈ കുട്ടി ചെറുതായിരുന്നപ്പോൾ 1, 2, 3 വയസ്സുള്ള സമയത്ത് ഇവളുടെ യഥാർത്ഥ അപ്പൻ ഇവളെ റേപ്പ് ചെയ്യുമായിരുന്നു, കിരാതമായിട്ട് മർദ്ദിക്കുമായിരുന്നു. അവൻ കള്ളൂടിയനും ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്ന ആളുമായിരുന്നു. അപ്പോൾ ഈ വളരെ ചെറുപ്പത്തിലെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് മോളെ, മോനെ എന്നൊക്കെ വിളിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലവ് ഉണ്ട്. ഈ അപ്പനും അമ്മയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്നേഹമുണ്ട്, അല്ലേ? ഇല്ലേ? ഈ സ്നേഹത്തിലൂടെ ആ കൊച്ചു പഠിക്കുന്നത് എന്നാണെന്നറിയോ? 45 ദിവസം ആകുമ്പോൾ ഈ കുഞ്ഞ് അമ്മയെ നോക്കി ചിരിക്കും. 45 അറൗണ്ട് 45th ഡേയിലാണ് സംഭവിക്കുന്നത്. അത് അമ്മയെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. ദാറ്റ് ചൈൽഡ് ഈസ് ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് വിത്ത് സമ്മൺ. അതാണ് ആ ചൈൽഡിൻ്റെ ആദ്യത്തെ ശ്രമമാണത്. ഏതാ? ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ. നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പതുക്കെ വളർന്നു വരുന്നതാണ്. ആദ്യം അമ്മ, പിന്നെ അമ്മ, ഇതാണ് അപ്പൻ എന്ന് പറയുമ്പം അപ്പൻ. അമ്മയിലൂടെയാണ് ആ കുഞ്ഞ് ശരിക്കും പ്രോപ്പർലി നോർമലി വളരുന്നൊരു കുഞ്ഞ് ലോകത്തെ മുഴുവൻ കാണുന്നത്. അവിടെ ഈ അമ്മ ആബ്സെൻ്റ് ആയാൽ, അല്ലെ അമ്മയെപ്പോലൊരു ഫിഗർ ആബ്സെൻ്റ് ആയാൽ, അപ്പനെപ്പോലൊരു ഫിഗർ ആബ്സെൻ്റ് ആയാൽ, ഈ കൊച്ചിന് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. വളരെ ചെറുപ്പത്തിലെ ഒരു കുഞ്ഞ് പഠിക്കുന്ന ഒരു ജീവിത രീതിയാണ് ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതായത് എനിക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന, എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാവുക. അത് ആ കുഞ്ഞ് പഠിക്കുന്നത് ഈ ചെറുപ്പകാലത്താണ്. 1 വയസ്സോ 1.5 വയസ്സ്. അന്നാണ് ഇത് ആൻറ്റി, ഇത് അങ്കിൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ അത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്? വളരെ ചെറുപ്പത്തിലാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ഈ കുഞ്ഞ് ഒറ്റയ്ക്കായി പോയാൽ, അബാൻഡൻഡ് ആയിപ്പോയാൽ, ഇവൾ ജീവിതത്തിൽ ഒരിക്കലും ഈ കൊച്ച്, ഈ ബത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് ഞാൻ പറയുന്നത്, ഒരാളുമായിട്ടും ഇമോഷണലി കണക്റ്റ് ആവത്തില്ല. ഒരാളുമായിട്ടും ബന്ധം സ്ഥാപിക്കാൻ, അതായത് ട്രസ്റ്റിൽ ബേസ് ചെയ്ത്, സ്നേഹത്തിൽ ബേസ് ചെയ്തൊരു ബന്ധം സ്ഥാപിക്കാനുള്ള എബിലിറ്റി ഇല്ലാതെ മാത്രമല്ല, പിന്നെ അവൾ ആരുമായിട്ടെങ്കിലും റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ പ്ലഷറിന് വേണ്ടി മാത്രമായിരിക്കും. ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവുകയില്ല. ഓക്കെ? ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അവരുടെ ഉള്ളിലേക്ക് അത് പോവില്ല. ഒരു പൊട്ടക്കിണറ്റിനകത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹം തക്ക സമയത്ത് കിട്ടിയില്ലെങ്കിൽ, അത് കൊടുക്കേണ്ട രീതി കിട്ടി. അപ്പോൾ ബത്തിന് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ബത്തിനെ അവസാനം ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ഈ പുതിയ പേരൻസ് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പം കൗൺസിലേഴ്സ് മനസ്സിലാക്കി ഇവള് ഭയങ്കര ഡേഞ്ചറസ് സൈക്കോപാത്തിക്. അതായത് ഇമോഷൻസ് ഇല്ല, വേറൊരാളുടെ വേദന അറിയാൻ പറ്റത്തില്ല, അവരുടെ വേദന മാത്രമേ അറിയത്തുള്ളൂ. അവർ ജീവിതത്തിൽ ഒരിക്കലും ആരുടെ സോറി പറയത്തില്ല, ആത്മാർത്ഥമായിട്ട് പറയത്തില്ല. കാര്യങ്ങൾ കാണാൻ വേണ്ടി പറയും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ മോശമായി പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി ചിലപ്പോൾ സോറി പറയും. അങ്ങനെ പറയല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്? സോറി. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ സോറി പറഞ്ഞേക്കുന്നു, ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കല്ലോ, ഓക്കെ, സോറി പറഞ്ഞല്ലോ, തീർന്നല്ലോ, ഓക്കെ. ഈ സോറി കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ഈ കുട്ടി അവർ എന്ത് ചെയ്യുന്നറിയോ? ഈ കുട്ടി അവരെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവിടെ താമസിപ്പിച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു റൂളുണ്ട്, ഒറ്റ റൂളേ ഉള്ളൂ. എന്തെങ്കിലും അവൾ ചോദിച്ച് പെർമിഷൻ ഇല്ലാതെ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. അതാണ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ക്രൂവൽ ആണല്ലോ, ഭയങ്കര കഷ്ടമാണല്ലോ. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ചോദിച്ച് വെള്ളം ചോദിക്കുന്ന ഒരാളുമായിട്ടൊരു ബന്ധം ഉണ്ടായി. അപ്പോൾ വെള്ളം ചോദിക്കണേ ആ അങ്കിളിനോട് ചോദിക്കണം, അല്ല ആൻറ്റിയോട് ചോദിക്കണം എന്ന് മനസ്സിലായി. ഒരു ബന്ധമായി, ഒരു കുഞ്ഞു ബന്ധം അത്. അപ്പോൾ വെള്ളം ചോദിക്കണേ ആ ആളോട് തന്നെ പോയി ചോദിക്കണം. അപ്പോൾ എന്തായി? കുറേ കഴിഞ്ഞപ്പോൾ എന്തായി? റിലേഷൻഷിപ്പായി. പതുക്കെ എത്ര വർഷത്തെ തെറാപ്പി, ആഹാരം കഴിക്കണ ഒരാളോട് ചോദിക്കണം. അപ്പോൾ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കി എടുത്ത് അവളെ പരിശീലിപ്പിച്ച് പശുവിൻ്റെ അടുത്തും പട്ടിയുടെ അടുത്തും പൂച്ചയുടെ അടുത്തും കൊണ്ടുപോയി. അതൊരു ഭയങ്കര, നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊക്കെയുള്ള മനഃശാസ്ത്ര പ്രോബ്ലം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പോലും നമ്മൾ അന്വേഷിക്കുന്നില്ല, അല്ലേ? നമ്മളൊരു
പ്രോപ്പർ കൗൺസിലിങ്ങിൽ ആരെങ്കിലും പോകുന്നുണ്ടോ? ആരും പോകുന്നില്ല. അവസാനം അവളെ ചർച്ചിൽ കൊണ്ടുപോയി അവിടെ കൊയറിൽ അവൾ ചേർന്ന് പതുക്കെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒത്തിരി മുതിർന്നു കഴിഞ്ഞപ്പോൾ അവളെ ഈ വീഡിയോ കേൾപ്പിച്ചു. അത് ഇവളുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിൽ. ഇൻ്റർവ്യൂവിൽ അവൾ എന്താ ചെയ്തതെന്ന് അവളെ ആ വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ കരച്ചിലായിരുന്നു. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഇവളായിരുന്നു അതെന്നുള്ള കാര്യം. എന്നിട്ട് വീഡിയോയുടെ അവസാനം ആ കൗൺസിലർ പറഞ്ഞേക്കാണ്, നറേറ്റർ പറഞ്ഞേക്കാണ്, സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇവൾ ഒത്തിരി റിക്കവർ ചെയ്തെങ്കിലും ആ ചെറുപ്പകാലത്തുണ്ട് അത് അങ്ങനെ തന്നെ അന്ത്യം വരെയും അതിൻ്റെ ഇമ്പാക്റ്റ് അവളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് പോലെ അൺഹെൽത്തി ആയ അന്തരീക്ഷത്തിൽ വളർന്ന ഒരു കുട്ടിക്ക് സ്നേഹിക്കാൻ നാച്ചുറലി പറ്റത്തില്ല. സ്വാഭാവികമായ മനുഷ്യജീവനിൽ അത് അസാധ്യമാണ്. പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയാസമെന്നല്ല. ആ എബിലിറ്റി ഇല്ലാത്ത ഒരാളോട് നമ്മൾ സ്നേഹം ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ശരിക്കും പേരൻറ്റിങ്ങിനോട് ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത് ആ മനുഷ്യനെ, ഇപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളെ നിങ്ങൾ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ആളെ കെട്ടിപ്പിടിക്കാനും, ഒരാളെ ഒരു മകനെയോ മകളെയോ നിങ്ങൾ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ആളെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും മോളെയെന്നോ മോനെയെന്നോ വിളിക്കാനും പറ്റുന്നില്ലെങ്കിൽ അവരുടെ ശിക്ഷണവുമായിട്ട് ആ കുട്ടിയുടെ അടുത്ത് പോകാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. യു നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ലവ് ആൻഡ് ദെൻ ഡിസിപ്ലിൻ. അതല്ലെങ്കിൽ ആ കുട്ടി ക്രിമിനലായിട്ട് വളർന്നു വരും. ഉള്ളിൽ കിടക്കുന്ന ആ ദേഷ്യം, ആ ഫ്രസ്ട്രേഷൻ, അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് തിരിച്ച് അപ്പൻ്റെ അമ്മയോടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? അപ്പൻ്റെ അമ്മയോട് തിരിച്ച് സംസാരിച്ചാൽ 4 പൊട്ടിയുടെ കിട്ടും. അതുകൊണ്ട് ഷീ സപ്രസ്ഡ്. ഈ സപ്രസ്ഡ് ഇമോഷൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഈ സപ്രസ്ഡ് ഇമോഷൻസ് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കരഞ്ഞ ഉടനെ പറയും, നാണമില്ലല്ലോ നിനക്ക് കരയാൻ. കരയുന്നോ എന്ന് പറഞ്ഞാൽ അബ്യൂസ് ചെയ്യും. വെർബലി അബ്യൂസും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യം മനസ്സിലാവും, കരയുന്നത് ശരിയല്ല. ഇമോഷൻസ് കാണിക്കുന്നതെല്ലാം മണ്ടത്തരമാണ്. അവർക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഇമോഷൻസും മനസ്സിലാവില്ല, ആരുടെ വേദന മനസ്സിലാവില്ല. ഇതെല്ലാം ഈ ചെറുപ്പകാലത്തുണ്ടാകുന്ന സപ്രഷൻസ് കൊണ്ട്. ഇത് ഒരു ഫാക്ടർ മാത്രമാണ്. വേറൊരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ജനറ്റിക്കലി എന്താ പറയുന്നത്, ഇൻഹെറിറ്റഡ് നേച്ചർ. ഇതെല്ലാം കൂടെ ആയി കഴിയുമ്പം പ്രിയ സഹോദരങ്ങളെ, പാപിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 100,000 കോംപ്ലക്സുകളുള്ള, അതെല്ലാം മറച്ചു വെച്ച് പുറമേ ചിരിക്കുന്ന ഒന്നാന്തര അഭിനേതാക്കളെയാണ് നമ്മളെല്ലാവരും കല്യാണം കഴിക്കാൻ പോകുന്നതും കല്യാണം കഴിച്ചതും നമ്മളും അങ്ങനെ നമ്മുടെ സ്പൗസസിന് കിട്ടിയതും എല്ലാം അങ്ങനെയുള്ള വെറും മനുഷ്യരെയാണ്. ഏതാണ്ട് സമാധാനമായില്ലേ ഇപ്പം? ഇവരിൽ ഇതല്ല എന്തെല്ലാം ട്രോമായിലൂടെ ഇവർ പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് പോലും അറിയണമെന്നില്ല, ഓർമ്മിക്കണമെന്ന് പോലില്ല. പക്ഷെ ആ സ്കാറുകളെല്ലാം ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു അസാമാന്യമായ ഒരു പ്ലേ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംപെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മളോട് ഒരിക്കലും കല്യാണം കഴിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയില്ലായിരുന്നു. നമ്മൾ പരീക്ഷിക്കപ്പെടുകയും നമ്മൾ ഇടയ്ക്ക് തോക്കുകയും ജയിക്കുകയും എഴുന്നേൽക്കുകയും ഓവർകം ചെയ്യുകയെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വിശുദ്ധിയുടെ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ നടക്കുന്നതും പരിശീലിക്കുന്നതും. നീതിയുടെ അഭ്യാസം എന്ന് പറഞ്ഞു. അഭ്യാസം തികഞ്ഞവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഓക്കെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് സംസാരിക്കാൻ വേണ്ടി എന്നോട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രത്യേക ടൈമിന് ശേഷമാണ് ശരിക്കും ഇങ്ങനെ എക്സ്റ്റംബറി, അതായത് ദൈവം എനിക്ക് ഓൺ ദ സ്റ്റേജ് സംസാരിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അത് തുടങ്ങിയത് ഒരു വിവാഹത്തോട് ചേർന്നാണ് ആദ്യമായിട്ട്. അത് ഒരു ചെറിയൊരു മിറാക്കുലസ് എക്സ്പീരിയൻസ് തന്നെയാണത്. അതായത് ഞാൻ വിവാഹം നടക്കുന്ന ഒരു 1000-ഓളം പേരുടെ ഒരു വില്ലേജിൽ, ആന്ധ്രയിലൊരു വില്ലേജിലെ വിവാഹമാണ്. ഞാൻ ഏറ്റവും പുറകിലെ സീറ്റിലിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ട്രാൻസ്ലേറ്ററുണ്ട്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ പറയും, അദ്ദേഹം തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഏറ്റവും പുറകെ പോയിരിക്കും. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഏത് വചനമാണ് പ്രസംഗിക്കുന്നതെന്ന് നേരത്തെ പറയാമെങ്കിൽ ഞാനതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. പുള്ളിക്ക് ഒത്തിരി നെർവസ്നെസ് ഉണ്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ എന്താ? ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന പേപ്പർ കാണുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞു, നോക്കാം എവിടെയെങ്കിലും.
ഞാൻ പറഞ്ഞു കുറേ നോക്കി കാണുന്നില്ല. അപ്പോൾ ഏത് വാക്യമാണ് പറയാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് അവരെ ഒരു ദേഹമായി തീരും, അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കും. ഇതൊരു വാക്യമല്ലാതെ എനിക്ക് ബൈബിളിൽ ഒരു വാക്യം ഓർമ്മ വരുന്നില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾ പ്രസംഗിക്കുന്നവർ എപ്പോഴും പോയിരുന്നുണ്ടെന്ന് അറിയാൻ മേല. ഞാൻ പല പ്രാവശ്യം ഇരുന്നുണ്ട്. പിന്നെ അതാദ്യമാണ്, അന്ന് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ വരും. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അപ്പോൾ ഈ പാട്ട് കഴിയുമ്പോൾ നമ്മളെ വിളിക്കും. അത് 1 മണിക്കൂറാണ് പ്രസംഗം വെച്ചേക്കുന്നത് അവരുടെ ഒരു സന്തോഷത്തിന്. ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും? പ്രസംഗത്തിൻ്റെ പേപ്പറും കയ്യിലില്ല, ആകെ ഒന്നും ഓർക്കുന്നുമില്ല, ഒരു പോയിന്റ് പോലും എൻ്റെ മനസ്സിലില്ല. അപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞ് ഞാൻ നേരെ സ്റ്റേജിലോട്ടങ്ങ് നടക്കുക, രണ്ടും കൽപ്പിച്ച് നടക്കുക. എന്തേലും പറയണം. 1000 പേരോളുണ്ട് വില്ലേജിൽ. ഞാൻ സ്റ്റേജിലോട്ട് കയറി നിന്ന്. അപ്പം സ്റ്റേജിലോട്ട് പോകുന്ന വഴിക്ക് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ പറയുന്ന അതുപോലെ നിനക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു, മനസ്സുകൊണ്ട് പറഞ്ഞു. സ്റ്റേജിൽ കയറി നിന്ന് ആദ്യം, അപ്പോൾ അതിന് തൊട്ട് മുമ്പ്, പാട്ടിന് മുമ്പ് ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും അവരവരെ ചെറുക്കൻ്റെ വീടിനെയും പെണ്ണിനെയും ഒക്കെ പുകഴ്ത്തി, നല്ല പിള്ളേരാണ്, ഭയങ്കര സൺഡേ സ്കൂളിൽ ആക്റ്റീവായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞു. ഇവർ ഭയങ്കര ലൈഫ് ജീവിക്കുന്നു, നമ്മുടെയൊക്കെ പ്രതീക്ഷ. എൻ്റെ കർത്താവ് പറഞ്ഞു 2 പേരും പോകാം പറയാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരല്ല ഇവരുടെ ഉള്ളിൽ നിങ്ങളറിയാൻ വയ്യാത്ത ഒത്തിരി രഹസ്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ട്രാൻസ്ലേറ്റർ നിന്ന് വേർക്കുക. പുള്ളി വിചാരിച്ച് എനിക്ക് എന്തോ പറ്റി. പുള്ളി എന്നിട്ട് തിരുത്തി പ്രസംഗിക്കുക. പുള്ളി പറഞ്ഞു ഇവർ വളരെ നല്ല പിള്ളേരാണ്, നിങ്ങൾ കേട്ടല്ലോ, അങ്ങനെ പുള്ളി പറയുന്നത്. അപ്പോൾ എനിക്ക് തെലുങ്ക് അറിയാം, മനസ്സിലാകുന്നുണ്ട് പുള്ളി പറയുന്നത് ശരിയല്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോലെ പറയാൻ പറഞ്ഞു. പുള്ളി എന്നെ നോക്കി, അങ്ങനെ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു പറ. ഞാൻ പറഞ്ഞു, അപ്പോൾ കർത്താവിനോട് പറഞ്ഞു ഇവർ 2 പേരും പുറമേ കാണുന്ന ആൾക്കാരല്ല, ഇത് നിങ്ങൾക്കാർക്കും അറിയത്തില്ല, പക്ഷെ ഇത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ടുപിടിക്കും കുറേ കഴിയുമ്പോൾ. അന്നിത് ഭയങ്കര പ്രശ്നവും. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഒരാളെ കൂടെ വിട്ടേക്കുന്നത്. അയാൾ കൂടെ പോയില്ലെങ്കിൽ ഇതൊരിക്കലും വെളി വരാൻ പോകുന്നില്ല. ഇതെന്തിനാണ് വെളി വരുന്നത്? നാട്ടുകാരുടെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ വെളി വരാൻ വേണ്ടിയല്ല, ഈ ഒരൊറ്റ ആളുടെ മുമ്പിൽ വെളി വരാൻ വേണ്ടിയാണ്. ഈ ഒരൊറ്റ ആളുടെ മുമ്പിൽ വെളി വന്നാലേ അത് ദൈവത്തിന് മുമ്പിലേക്ക് ആ വിഷയം വരുള്ളൂ. നമ്മുടെ അകത്ത് കിടക്കുന്നതും ആർക്കും കണ്ടെത്താൻ പറ്റാത്തതുമായ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആ ക്യാരക്ടർ, അതിനെ ഈ വിവാഹബന്ധത്തിലാണ് ഇവരിത് കണ്ടെത്തുന്നതും അവർ പരസ്പരമാണ് വിശുദ്ധീകരിക്കുന്നതും. അങ്ങനെ പരസ്പരം വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഈ 2 പേരെയും വിട്ടിരിക്കുന്നതെന്ന് ആ സ്റ്റേജിൽ വെച്ച് കർത്താവിനോട് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അയാളെ നിങ്ങളെ അല്ലാതെ വേറെ ആരെയും ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. അതായത് only you could have shown tolerance to that person. അപ്പോൾ എല്ലാം ദൈവം തന്നതാണ്. ക്ഷമയില്ലാത്തൊരു ഭർത്താവിനെ കിട്ടുന്ന ഭാര്യ എങ്ങനെയുള്ളതായിരിക്കും? ക്ഷമ പഠിപ്പിച്ചിരിക്കും. ദേഷ്യം വരില്ല എനിക്ക് എന്ന് പറയുന്ന ഒരാളെ ഏത് പോയിന്റിലാണ് ദേഷ്യം വരുത്തുന്നതെന്ന് ആര് കണ്ടുപിടിക്കും? ഭാര്യ കണ്ടുപിടിക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടിമുടി ശുദ്ധീകരിക്കാൻ ഈ റിലേഷൻഷിപ്പ് വളരെ ആവശ്യമാണ്. അപ്പം ഇത് അന്ന് ആ സ്റ്റേജിൽ വെച്ച് കർത്താവിനോട് പറഞ്ഞാണ്. അതായത് ഇംപെർഫെക്റ്റ് ആൾക്കാരെയാണ് ഒന്നിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുന്നതെന്നുള്ള കാര്യം. അന്ന് തൊട്ടാണ് ഞാൻ ഈ പേപ്പർ പതുക്കെ അങ്ങ് വിട്ടത്. കാരണം ദാറ്റ് വാസ് മച്ച് മോർ സ്വീറ്റർ. അത് തന്നെയല്ല, അത് അൺഎക്സ്പെക്റ്റഡാണ്. ഞാൻ വിചാരിക്കുന്നതല്ല വരുന്നത്, ഞാൻ ചിന്തിച്ച രീതിയിലൊന്നുമല്ല ഈ വചനം വരുന്നത്. വചനം വന്ന് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ഇതിങ്ങനെയാണല്ലേ എന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യം പറയും നമുക്ക് എല്ലാവർക്കും ഉള്ളതായിരിക്കും എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഞാനും നിങ്ങളും നന്നാകാത്തതുകൊണ്ടാണ് ഇത് എന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും നന്നായിരുന്നെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഒരിക്കലും നന്നാകാൻ സാധ്യതയില്ലാത്ത ഒരാളുടെ കയ്യിലോട്ട് തരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ 2 പേരും ഒരുപോലെ ഇത് കേൾക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങളുടെ കാര്യം, എൻ്റെ കാര്യമാണ് എനിക്കറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള തത്വങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ തിയോളജി ബേസിക്കലി ഇറ്റ്സ് ബേസ്ഡ് ഓൺ ചർച്ച് ആൻഡ് ക്രൈസ്റ്റ്. എന്തുകൊണ്ടാണ് കർത്താവ് വിവാഹത്തിന് ഇത്ര ബന്ധം കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം ദൈവം ആദ്യം കണ്ടത് സഭയാണ് എന്നുള്ളതുകൊണ്ടാണ്. അതിനുശേഷമാണ് ആദമിനെ ഹവ്വയും കാണുന്നത്. ഇൻ ഗോഡ്സ് ഐസ് ഫാമിലിയേക്കാളും പ്രധാനം സഭയാണ്. ഏതാ പ്രധാനം? കുടുംബമാണോ സഭയാണോ വലുത്? സഭയാണ് വലുത്.
എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ എറ്റേണലാണ്. സഭ ആരംഭിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. കർത്താവ് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ മുൻകണ്ടത്, തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? ലോകസ്ഥാപനത്തിന് മുമ്പാണ്. അതെപ്പോഴാണ് സഭ തീരുന്നത്? സഭ തീരുന്നില്ല, സഭ എറ്റേണലാ. ഈ സഭ എന്നും കർത്താവിൻ്റെ മണവാട്ടിയായി സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെ കാണും. ശരിയല്ലേ? എന്നാൽ ഒരു കുടുംബമോ? ഒരു കുടുംബം എന്ന് പറയുന്നത് വിവാഹം കഴിച്ച് മരണം വരെയുള്ള വളരെ പരിമിതമായ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള ബന്ധമാണ്. ആൻഡ് മാരേജ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ആസ് ലോങ് ആസ് വി ആർ ഇൻ ദ ഫ്ലഷ്. എപ്പോൾ ഈ ഫ്ലഷ് വിടുന്നോ അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സഭയിലെ മെമ്പർഷിപ്പ് ഒരിക്കലും പോകുന്നില്ലെങ്കിലും എൻ്റെ ഫാമിലിയിലെ മെമ്പർഷിപ്പ് എപ്പോൾ പോകും? മരണത്തോടുകൂടി പോകും. അപ്പോൾ ഏതാണ് സുപ്രീം? സഭയാണ്, അല്ലേ? അപ്പം സഭ എന്ന ആ ഒരു റിലേഷൻഷിപ്പ്, കർത്താവിൻ്റെ സഭയോടുള്ള ബന്ധത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വിവാഹം എന്ന ഒരു പരിപാടി ഈ ഭൂമിയിൽ അതിൻ്റെ നിഴലായിട്ട് വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ദൈവവും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് പറയുമ്പം ഞാൻ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പൗലോസ് എടുത്തു പറയുന്നത്. ഞാൻ ക്രിസ്തുവിനെ അവൻ്റെ സഭയെ കുറിച്ച് പറയാനുള്ള കാരണം, വിവാഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് സഭയോടുള്ള ബന്ധത്തിൻ്റെ ഒരു നിഴലാണ്. താൽക്കാലികമാണ്. നിഴലുകളെല്ലാം താൽക്കാലികം, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് കാണുന്ന നിഴലുകളാണ് എന്ത്? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അനുഭവിക്കുന്നതിന് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പ്രായോഗികമായ പാഠമായതുകൊണ്ട് സഭ പോലെ തന്നെ പ്രധാനമാണ് എന്തും കുടുംബജീവിതവും. കാരണം ദാറ്റ്സ് ഹൗ വി എക്സ്പീരിയൻസ്. കാരണം സഭയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക് അല്ലല്ലോ, അതൊരു കളക്റ്റീവ് ബോഡിയാണ് ചർച്ച് എന്ന് പറയുന്നത്. വി ഓൾ ബിലോങ് ടു ദ ചർച്ച്. അവിടെ കർത്താവിന് പക്ഷപാതമൊന്നുമില്ല. കർത്താവിൻ്റെ മക്കളെല്ലാം കർത്താവിന് ഒരുപോലെയാണ്. ഒരേ കൂട്ടം, ഒരേ സഭ, അവർക്ക് ഒരു കർത്താവ്, ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു ലവ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് എന്ന് അനുഭവിക്കാൻ, അതിൻ്റെ പരിമിതമായ ഒരു അനുഭവമാണ് നമ്മുടെ വിവാഹ ബന്ധങ്ങളിലെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ, അതെ, ഏറ്റവും വലിയ കമാൻഡ്മെൻ്റ് അതാണ്, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ കീഴടങ്ങാൻ പറഞ്ഞിരിക്കുന്നതും സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നതും എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ഭാര്യമാരോടെല്ലാം കീഴടങ്ങിയിരിക്കണമെന്നും ഭർത്താക്കന്മാരോടെല്ലാം സ്നേഹിക്കണമെന്നും പറയാനുള്ള കാരണം എന്താണ്? സ്നേഹം എല്ലാവർക്കും വേണ്ടേ? ഭർത്താക്കന്മാർ മാത്രം ഭാര്യമാരെ സ്നേഹിച്ചാൽ മതിയോ? ഭാര്യമാരെ തിരിച്ച് സ്നേഹിക്കണ്ടേ? കീഴടങ്ങിയിരിക്കുന്നോ? അത് ഭാര്യമാർ മാത്രം മതി അല്ലേ? സ്നേഹം ഭർത്താക്കന്മാർക്കും വേണം. അപ്പോൾ ഭാര്യമാർ സ്നേഹിക്കുകയും വേണം, കീഴടങ്ങിയിരിക്കുകയും വേണം. ഭർത്താക്കന്മാർക്ക് സ്നേഹിച്ചാൽ മാത്രം മതി. ശരിയാണോ? ഓക്കെ. ഈ എന്താണ് ഈ ഭർത്താക്കന്മാരോട് മാത്രം സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഭാര്യമാരെ സ്നേഹിക്കണ്ടേ? എന്തുകൊണ്ടാണ് അങ്ങനെ? ക്രിസ്തു സ്നേഹിച്ച പോലെ ഭാര്യമാരും, അതായത് ലോകത്തിലുള്ള എല്ലാവരും ഇവിടെ ഉള്ള ഒരു പൊതുവായ കൽപ്പനയുണ്ടല്ലോ, ഞാൻ ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ ഭാര്യമാർക്കും വേണ്ടേ? അത് വേണമല്ലോ. പക്ഷെ കൽപ്പന പറയുമ്പോൾ എന്താ ഭാര്യമാരോട് അത് പറയാതെ ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത്? അതെ, സമ്മതിച്ചു. പക്ഷെ അത് ഭാര്യമാരോടും അത് തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്. അതായത് എല്ലാ വിശ്വാസികളും പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും എന്നുള്ളത് പുരുഷന്മാരോട് മാത്രമുള്ള കൽപ്പനയാണോ? ആണോ? ഭാര്യ അടുത്ത് ഇരിപ്പുണ്ടല്ലോ. ഓക്കെ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സബ്മിഷൻ എന്ന് പറയുന്നതും ലവ് എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ട ക്വാളിറ്റീസ് തന്നെയാണ്. അതായത് സകല മനുഷ്യരോടും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ബി സബ്മിറ്റഡ്, ബി ലവിങ്. ഇത് ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഓരോരുത്തർക്ക് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമല്ല. അതായത് എല്ലാ മനുഷ്യർക്കും ജനറലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടും വേണം, സബ്മിഷനും വേണം, സ്നേഹവും വേണം. എഫേസ്യർ 5:21 വായിക്കാമെങ്കിലും. എഫേസ്യർ 5:21.
കൊലോസ്യർ 5:21. എങ്ങനെയാ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഇത് 5:21. ആരും വായിക്കാതെ വിടുന്ന 21. എല്ലാവരും വായിക്കുന്ന 22 എന്തോ? ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അപ്പോൾ 21 വാക്യം എന്താ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിപ്പിൻ. അപ്പൊ കീഴടങ്ങാനുള്ള കമാൻഡ്മെന്റ്സ് ആർക്കൊക്കെ ഉണ്ട്? ഓക്കെ. അപ്പോൾ ഈ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് എങ്ങനെ കീഴടങ്ങിയിരിക്കേണ്ടത്? ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടാൽ മതി. ശരി, ഓക്കെ. ഇങ്ങനെയാണ്. എങ്ങനെ കീഴടങ്ങിയിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചു നോക്കിയത്. ബാക്കി ശരിക്കും വായിച്ചു നോക്കി. ക്രിസ്തുവിന്റെ ഭയത്തിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരിക്കണം എന്നല്ല, അന്യോന്യം ലോകത്തുള്ള സകല വിശ്വാസികളും എന്ത് ചെയ്തിരിക്കണം? അന്യോന്യം. അപ്പൊ ഈ കീഴ്പ്പെടുക എന്നുള്ളത് ലോകത്തുള്ള സകല വിശ്വാസികൾക്കും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. അതായത് ഞാൻ ക്രിസ്തുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ശരിക്കും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ചർച്ചിന് സബ്മിറ്റഡ് ആയിരിക്കണം. ഓക്കെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ചേസ് ബ്രദർ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരു വാക്ക് പറയുകയാണെങ്കിൽ, അത് ക്രിസ്തുവിനെ ഞാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നീ ആരടാ ചോദിക്കാൻ എന്നെൻ്റെ വായിൽ വരരുത്. ഞാൻ എന്ത് ചെയ്തിരിക്കണം? അപ്പം തന്നെ സബ്മിറ്റഡ് ആയിരിക്കണം. ഈ സബ്മിഷൻ എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണ്? ഞാൻ പണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു വർഷം മുഴുവൻ എൻ്റെ ഒരു ആഗ്രഹം, പ്രാർത്ഥന, ഒരൊറ്റ വർഷം മുഴുവൻ ഞാൻ അതിനുവേണ്ടി മാറ്റി വയ്ക്കുക. എന്താണ്? സബ്മിഷൻ പഠിക്കാൻ. ആസ് എ കോഴ്സ് ഞാനത് എടുത്തിരിക്കുകയാണ്. ഒരു വർഷം ദൈവത്തിൽ നിന്ന് എങ്ങനെ സബ്മിറ്റഡായി ജീവിക്കാമെന്ന് പഠിക്കാം. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അതൊരു കോഴ്സായിട്ട് എടുത്താൽ നല്ലൊരു കോഴ്സായിരിക്കും എല്ലാവർക്കും. അത് സ്ത്രീകൾക്ക് മാത്രമല്ല. ഈ സബ്മിഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൊച്ചു വന്ന് നമ്മളോട് തെറ്റാന്ന് പറഞ്ഞാലും, എന്താ മോനെ അങ്ങനെ പറയാൻ കാരണം, എന്താണ് എൻ്റെ പ്രശ്നം എന്ന് തിരിച്ച് ഹമ്പിളായിട്ട് സബ്മിഷനിൽ ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആരാലും തിരുത്തപ്പെടാൻ നമുക്ക് പറ്റണം. കാരണം നമുക്ക് യഥാർത്ഥ ഭയം ആരോടാണ്? ക്രിസ്തുവിനോടാണ്. അപ്പോൾ നമ്മുടെ റെവറൻസ് ഈസ് ഫോർ ക്രൈസ്റ്റ്. അപ്പോൾ ആരിലൂടെ വേണമെങ്കിലും ദൈവത്തിന് നമ്മോട് സംസാരിക്കാം. നമ്മുടെ പ്രൈമറി ഡിവോഷൻ കർത്താവിനോടാണ് എങ്കിൽ ഒരിക്കലും നമ്മൾ ആരോട് സബ്മിഷൻ ഡിമാൻഡ് ചെയ്യില്ല. വി വിൽ നോട്ട് ഡിമാൻഡ് സബ്മിഷൻ ഫ്രം എനി വൺ. കാരണം നമ്മൾ സബ്മിറ്റഡ് ആയി പോവുകയുള്ളൂ. സബ്മിഷൻ ഇറ്റ് സെൽഫ് ഈസ് എ വെരി ഗുഡ് വെർച്യു. അതെല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും എല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കറിയുന്ന ചർച്ചകളിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം, ഒരാൾ ലീഡറായി കഴിഞ്ഞാൽ, ഇത്തിരി പ്രായമായി കഴിഞ്ഞാൽ, പിന്നെ അവർ ലോകത്തിൽ ആർക്കും സബ്മിറ്റഡ് ആവത്തില്ല. ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. ഇന്ന് ഈ സിംഗിൾ ഇടയന്മാർ നടത്തുന്ന ഒത്തിരി സഭകളുണ്ട്. ആ ഇടയന്മാർ, ഒറ്റയാൾ പാസ്റ്റർമാർ ലോകത്തിൽ ആർക്കെങ്കിലും കീഴടങ്ങിയിരിക്കുന്നുണ്ടോ? ഇല്ല. They are not submitted to anyone. എല്ലാവരും അവർ പറയുന്ന കേട്ടോണം. They are not following this. അപ്പം ദൈവത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാനും എക്സ്പോസ്ഡ് ആകാനും എല്ലാം മടിയില്ലാത്തവരായിരിക്കും. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും നന്നായാൽ മതി. നമുക്ക് എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ ജീവനുള്ളവരായ ജീവൻ്റെ അനുഭവത്തിലേക്ക് വിശുദ്ധിയിലേക്ക് നടന്നാൽ മതി. അപ്പോൾ ആര് സഹായിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ. ആര് സഹായിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ. കാരണം എന്താണ്? അതാണ് ഈ മ്യൂച്വൽ സബ്മിഷൻ എന്ന് പറയുന്നത്. അപ്പം സ്നേഹം, സബ്മിഷൻ, ഇതൊക്കെ കുടുംബ ബന്ധത്തിനകത്ത് മാത്രം പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമല്ല. പിന്നെ എവിടെയാണ് അത്? യൂണിവേഴ്സലി ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന, ആത്മാവിനാൽ ലഭിക്കുന്ന ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. യേശുക്രിസ്തു തൻ്റെ മാതാപിതാക്കൾക്ക് സബ്മിറ്റഡായി ജീവിച്ചു, നിയമത്തിന് സബ്മിറ്റഡായി ജീവിച്ചു, അന്നത്തെ റൂളുകൾക്കെല്ലാം സബ്മിറ്റഡായിട്ട് കർത്താവ്, ഈവൻ സീസറിന് വരെ സബ്മിറ്റഡായിട്ടാണ് ഒരു കർത്താവ് ജീവിച്ചത്. ഹി പെയ്ഡ് ദ ടാക്സ് അല്ലേ. അപ്പം എല്ലാറ്റിനും സബ്മിറ്റഡ് ആയിരുന്നു. കർത്താവ് ഒരിടത്തും സബ്മിറ്റഡ് ആകാതിരുന്നില്ല. കോടതിയുടെ മുമ്പിൽ സബ്മിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ സബ്മിഷൻ ഈസ് എ ക്രിസ്ത്യൻ വെർച്യു. അതിനകത്ത് മാറ്റമില്ല. ആ സബ്മിഷൻ എന്ന വെർച്യു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി എന്തുകൊണ്ടാണ് കുടുംബ ബന്ധത്തിൽ ഭാര്യമാർ സബ്മിറ്റ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടാനുള്ള കാരണം? എന്തുകൊണ്ടാണ്
പുരുഷന്മാർ സ്നേഹിക്കണം എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് അവിടെ വീതിച്ച് കൊടുത്തിരിക്കുന്നത് പോലെ നമുക്ക് കാണപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിൽ സ്ത്രീയോ പുരുഷനോ തമ്മിൽ വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ്. കാരണം ക്രിസ്തുവിൽ എന്തില്ല? സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല. പക്ഷെ ഇവിടെ ഈ സബ്മിഷൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപ് സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച്, ഒരു പുരുഷന് ഭാര്യയോടുണ്ടാകേണ്ട സ്നേഹം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ സ്നേഹം എന്ന് പറയുന്ന പല രീതിയിലുണ്ട്. ഒന്ന് മനുഷ്യ സ്നേഹമാണ്. മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് വളർന്നു വരുന്നത്? അത് ഹോർമോണലാണ്, കെമിക്കൽ ബേസ്ഡ് ആണ്. അതായത് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നു, ആ ഒരു സ്നേഹം, ആ ഒരു പ്രണയം. ഇപ്പോൾ വിവാഹത്തിനകത്ത് എന്തുണ്ട്? ഒരു പ്രണയമുണ്ട്, അല്ലേ? ഉണ്ടോ? ഇപ്പോൾ വിവാഹത്തിനകത്തൊരു പ്രണയമുണ്ട്. അത് ഈ പ്രണയത്തിൻ്റെ ഉത്ഭവം എവിടുന്ന? അതൊരു ബയോളജിക്കൽ ഫംഗ്ഷൻ ആണ്, അല്ലേ, പ്രണയം എന്ന് പറയുന്നത്. ബട്ട് ദാറ്റ്സ് പെർമിറ്റഡ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഈ പ്രണയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബയോളജിക്കൽ ഫംഗ്ഷൻ. നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ടതും ഉണ്ടായിട്ടുള്ളതുമായ ഒരു സാധനമാണ് എന്ത്? പ്രണയം. അത് വാലിഡ് ആകുന്നത്, സാങ്ഷൻഡ് ആകുന്നത് വെൻ ഇറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് ദ ഫാമിലി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ലോക സംബന്ധമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രണയത്തിന്മേലാണ് വിവാഹബന്ധം ആധാരിതമായിരിക്കുന്നത്. അതായത് റൊമാൻറ്റിക് ലവ്, ആ റൊമാൻറ്റിക് ലവ് ആണ് ഈ വിവാഹത്തിൻ്റെ ബേസിസ്. അപ്പം നിങ്ങൾ ചോദിക്കും, ക്രിസ്ത്യൻ മാരേജിൽ അങ്ങനെയാണോ? അങ്ങനെയാണോ? ബേസ് അതല്ല, ബേസ് ക്രിസ്തു തന്നെയാണ്. അതായത് അഗപ്പയാണ് ഈ ക്രിസ്ത്യൻ വിവാഹങ്ങളുടെ ബേസിസ്. ബാക്കി എല്ലാ വിവാഹങ്ങളിലും റൊമാൻറ്റിക് ലവ് ആണ് അടിസ്ഥാനം. അവിടെ റൊമാൻറ്റിക് ലവ് ഉണ്ട്, അവിടെ അഗപ്പേ ഇല്ല. അഗപ്പേ വന്നു കഴിയുമ്പം ശരിക്കുമുള്ള ഫൗണ്ടേഷൻ എന്തായിട്ട് വരും? അഗപ്പയായിട്ട് വരും. ഈ അഗപ്പേ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാതെ, അത് റൊമാൻറ്റിക് പാഷൻസ് ഇല്ലെങ്കിലും ഈ സെക്കുലർ കല്യാണങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാൻറ്റിക് പാഷൻ പോയി കഴിഞ്ഞാൽ അവരുടെ വിവാഹം വളരെ ഡ്രൈ ആയി പോകും. കാരണം എന്താ? അപ്പോൾ അവരത് കിൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള പല പരിപാടികൾ നോക്കും. ഒന്നിച്ചൊരു സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ ഒന്നിച്ചൊരു ഔട്ടിങ്ങിന് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പരിപാടികൾ എന്തെങ്കിലും ഒപ്പിക്കും. അല്ലെങ്കിൽ അവർക്കൊരു കോമൺ അംബീഷൻ, അതൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്തും. എന്താ പറയുക, നമുക്ക് ഒരു പ്രൊമോഷനകത്ത് അല്ലെങ്കിൽ ഒരു പാർട്ടി കൊടുത്ത് എങ്ങനെയെങ്കിലും ഈ ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ, ആ ഒരു ജീവൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പിന്നെ പിള്ളേരെ ഓർത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അതാ ഈ ലൈഫ് മൊണോട്ടണസ് ആയി പോകാതിരിക്കാൻ വേണ്ടി, ലൈഫ് ബോറിങ് ആകാതിരിക്കാൻ വേണ്ടി. ശരിയല്ലേ? അതിനുവേണ്ടി ഇത്ര സെലിബ്രേഷൻസും ആഘോഷങ്ങളെല്ലാം. എന്തിനാ ഓണം? ഓണക്കോടി എടുക്കാനും ഓണസദ്യ കഴിക്കാനും. എന്തിനാ കഴിക്കുന്നത്? ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഈ സന്തോഷമാണ് ഇങ്ങനെയുള്ള പല പല ഉത്സവങ്ങളും പല പല കൂടി. നമുക്ക് എന്തിനാ കൺവെൻഷൻ, പെരുന്നാൾ? എന്തിനാ? നമുക്ക് അന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ ഈ പുഷിങ്ങിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇത് വീണ്ടും മുമ്പോട്ട് ഒന്നിച്ച് പോകാനുള്ള, ഒന്നിച്ചൊരു TV പ്രോഗ്രാം കാണുന്നു. ഇതൊക്കെയാണ് ഈ പ്രണയം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ലോകം കണ്ടെത്തുന്ന വഴികൾ. നമുക്കാണ് ഇതൊന്നും ചെയ്യാനും പറ്റത്തില്ല. രാഷ്ട്രീയം പറയുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു? അല്ലെ ഇതൊരു സിനിമാ കഥ ഡിസ്കസ് ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും കൂട്ടുണ്ടാക്കാൻ എളുപ്പമായിരുന്നു, അല്ലേ? ശരിയല്ലേ? നമ്മൾ ഒരു ക്രിസ്ത്യൻ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ പരസ്പരം കൂട്ടുകൂടാൻ 100,000 വഴികളുണ്ട്, കോൺവെർസേഷൻ ടോപ്പിക്സ് ഉണ്ട്. നമുക്കാണ് സിനിമയെക്കുറിച്ചൊന്നും അറിയത്തില്ല, രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല, എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്? എപ്പോഴും ബൈബിൾ. കുറേ കഴിയുമ്പം ഈ സഹോദരിമാർക്ക് മടുത്തില്ലെങ്കിലും മിക്കവാറും സഹോദരന്മാർക്കെല്ലാം മടുക്കും. അതിനകത്തും വേറൊരു കുഴപ്പമുണ്ട്. ഈ പൊതുവെ പറഞ്ഞാൽ, ഞാൻ എല്ലാവരും എടുത്ത് പറയുമല്ല, പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്പിരിച്വാലിറ്റിയും പുരുഷന്മാരുടെ സ്പിരിച്വാലിറ്റിയും തമ്മിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്. സ്ത്രീകളുടെ സ്പിരിച്വാലിറ്റി ഞാൻ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അത്രയും അറിയത്തില്ല. ഞാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞോ. സ്ത്രീകളുടെ സ്പിരിച്വാലിറ്റി പൊതുവെ ഈസ് ഫോക്കസ്ഡ് ഓൺ പ്രെയർ, ഫാസ്റ്റിംഗ്, അതുപോലെ എന്താ പറയുന്നത്, ആക്ടിവിറ്റി. അതായത് ഞാൻ കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളല്ലേ എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും വരുന്ന 90% ആരായിരിക്കും? കൂടുതൽ ലോങ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന ആരാ? സ്ത്രീകളാണ് പുരുഷന്മാരാണ്? പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ലോങ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന ആരായിരിക്കും? സ്ത്രീകളാണെന്നുള്ളവരെന്ന് കൈവയ്ക്കുക, പുരുഷന്മാരെന്നുള്ളവരെന്ന് കൈവയ്ക്കുക. ലോങ് ആയിട്ട് പ്രാർത്ഥിക്കും ഒരൊറ്റ ആൾ പോലും ഇല്ലേ? ഇനി
വീട്ടിലെ പിള്ളേരോട് ചോദിച്ചാൽ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ നിർബന്ധിക്കുന്ന ആരായിരിക്കും? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയാണ് നിർബന്ധിക്കുന്നത്, ഉള്ള സത്യം തുറന്നു പറഞ്ഞാൽ. കാരണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പിള്ളേരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ, ഞാൻ വിമർശിച്ച് പറയുമല്ലെങ്കിൽ പോലും ഇവരെ പ്രാർത്ഥിക്കാൻ വിളിച്ചു കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ നിർത്തിയിട്ട് വേണമല്ലോ അവർക്ക് പോയി ക്രിക്കറ്റ് കാണാൻ. നമ്മൾ നിർത്തണ്ടേ? നമ്മളിത് പ്രാർത്ഥിച്ച് തുടങ്ങിയ നരേന്ദ്രമോദി തൊട്ട് പിണറായി വിജയൻ തൊട്ട് മണിപ്പൂർ തൊട്ട് ഗുജറാത്ത് തൊട്ട് യൂറോപ്പ് മുഴുവൻ കടന്ന് അമേരിക്ക കടന്ന് പ്രാർത്ഥന തീരുമ്പോഴേക്കും ഇവർ സൈഡിൽ കൂടി ഇരുന്ന് ഉറങ്ങും. പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോഴേ അറിയാം ഇന്നത്തെ ക്രിക്കറ്റും പോക്കാണ്, ടി വിയും എല്ലാം പോക്കാണ്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവർ വന്ന് ഇരിക്കും അടികൊള്ളാതിരിക്കാൻ വേണ്ടി. അവസാനം ഇവർ മടുക്കും, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ അവർ മടുക്കും. അത് ഞാൻ വെള്ളം തമാശ പറഞ്ഞായിരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ സ്ത്രീകളുടെ സ്പിരിച്വാലിറ്റി എന്താണെന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന സ്ത്രീകൾക്കല്ല, അത് ഇവിടുത്തെ പ്രവാചകന്മാർക്കാണ്. അവർ ഈ പൾസ് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ഗതി നാളെ എന്താകും എന്നുള്ള ആങ്സൈറ്റി ആർക്കാ കൂടുതൽ? പറ നിങ്ങൾ എന്നോട് പറ, ആർക്കാ കൂടുതൽ? എല്ലാവരും അങ്ങനെ ഞാൻ പറയുന്നില്ല, കൂടുതൽ അമ്മമാർക്കാണ് അല്ലേ? അപ്പം നിങ്ങളുടെ ഭാവ്യ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന പ്രവാചകന്മാർ പ്രവചിക്കുന്ന ആരോടാ? സ്ത്രീകളോടാണോ പുരുഷന്മാരോടാണോ? അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഇന്ന് പെൻഡക്കോസ്റ്റൽ ചർച്ച് മുഴുവൻ തിരിഞ്ഞിരിക്കുന്നത് ഒരു വുമൺ ഓറിയൻറ്റഡ് സ്പിരിച്വാലിറ്റിയിലോട്ടാണ്. അത് പൗലോസ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യും? അവസാനം സ്ത്രീകളുടെ, അങ്ങനെയല്ലേ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, ഏതാ ആ വാക്യം എനിക്ക് ഉപായ രൂപേണ വായിച്ചു അതാണോ? നിങ്ങളെക്കുറിച്ചല്ല അത്, ഇതുമല്ല ഞാൻ ഉദ്ദേശിച്ച വാക്യം. സ്ത്രീകളുടെ ഓക്കെ എന്തേലും ആയിക്കോട്ടെ, അത് വിടാം. ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള സ്പിരിച്വാലിറ്റി ആയതുകൊണ്ട്, അതായത് ബേസിക്കലി മാൻ ആൻഡ് വുമൺ ആർ ഡിഫറെൻറ്റ്. ഒരു ബുക്കുണ്ട്, മാൻ ഈസ് ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ്. കേട്ടിട്ടുണ്ടോ അത്? രണ്ട് ലോകത്തിൽ നിന്ന് വന്നവരെ വരുന്ന പറയുന്നത്. അതായത് ഒരു സ്ത്രീ കാണുന്ന ലോകമല്ല ഒരു പുരുഷൻ ഒരു സ്ത്രീ കാണുന്ന ലോകത്തിൽ അവൾ കാണുന്ന റിയാലിറ്റീസ് അല്ല ഒരു പുരുഷൻ കാണുന്നത്. പണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലാതിരിക്കുന്ന കാലം. ഇന്നിപ്പോൾ പൈസയുടെ ആവശ്യമില്ല, എല്ലാം കാർഡും ഗൂഗിൾ പേ ആയതുകൊണ്ട്. അന്ന് അതും ഇല്ല ഇതും ഇല്ലാത്ത കാലം. ഞാനൊരു ദിവസം എൻ്റെ ഒരു സാറിനെ കാണാൻ വേണ്ടി, ഞാനിങ്ങനെ ബൈബിൾ കോളേജ് പഠിപ്പിച്ച സാറിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. അപ്പം പുള്ളി പറഞ്ഞു, കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലേ? കല്യാണം കഴിച്ചിടയ്ക്കാണ്, കൊച്ചുണ്ട്, കുഞ്ഞിന് 1ാമത്തെ ബർത്ത്ഡേ എന്നാണ്. ഞാൻ പറഞ്ഞു ഇല്ല, ഒന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അപ്പോൾ സാർ പറഞ്ഞു സുധയ്ക്ക് ഭയങ്കര ടെൻഷനായിരിക്കുമോ? ഞാൻ പറഞ്ഞു സുധയ്ക്ക് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ട്, അന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അതൊക്കെ അങ്ങ് വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ആണുങ്ങൾക്ക് അങ്ങനെ പറയാം, അവർ പൈസ ഇല്ല, ഓക്കെ, അവർ പിന്നെ ചിന്തിക്കുന്നത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കുന്നത് സൂര്യഗ്രഹണത്തെക്കുറിച്ചായിരിക്കും. അവരുടെ ചിന്തകൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡായി അവരതിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ സ്ത്രീകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിനുമേലിരിക്കും. എന്താവുമെന്ന് ആലോചിക്കും. അവരാ ലൈഫിൻ്റെ അന്നത്തെ റിയാലിറ്റിയെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളവരായിരിക്കും. ആണുങ്ങൾ പൊതുവെ സ്വപ്നജീവികളാണ്. ആണോ? ഞാനിതൊക്കെ എടുത്തു വയ്ക്കാൻ കാരണം എന്നേക്കാൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്, ആണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള അനാലിസിസ് പറയുമ്പോൾ ബൈബിളിൽ ആണുങ്ങൾ പൊതുവെ സ്വപ്നജീവികളാണെന്ന് എഴുതി വെക്കാത്തതുകൊണ്ട് എനിക്ക് അത്ര ഉറപ്പില്ല. അവർ നല്ലൊരു ഭാവി നാളെ നന്നായിക്കോളും എന്നൊക്കെ വിചാരിച്ച് സമാധാനമായിട്ടിരുന്നാലും ഈ സഹോദരിമാർക്ക് ഒത്തിരി പ്രയാസമായിരിക്കും. അപ്പം രണ്ട് തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയാണ്. ഈ ആകെ നമുക്ക് സംസാരിക്കാനുള്ളത് ഈ വിഷയങ്ങളാണെങ്കിലും ഇത് രണ്ടിലും കൂടെ രണ്ടഭിപ്രായമായി പോയാൽ അവിടെ ഒരു സിങ്കിങ് നടക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ സംസാരിക്കാൻ കോമൺ ആയിട്ടുള്ള വിഷയങ്ങൾ, പിന്നെ നമുക്ക് പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടംപോലെ വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റർ ജീവനോടുള്ളിടത്തോളം കാലം പുള്ളിയുടെ കുറ്റം പറഞ്ഞ് നമുക്ക് കുറച്ച് നാൾ ചില
പണ്ട് ഗതികേട് കൊണ്ടാ ഈ പെന്തക്കോസ്റ്റിലെ ആൾക്കാർ പാസ്റ്റർമാരെ കുറ്റം പറയുന്നത്. വേറൊരു പണിയും ഇല്ല ഇവർക്ക്. ഒന്നിച്ച് സംസാരിക്കാൻ ഒരു വിഷയം വേണ്ടേ? മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ വിഷയം പറയാൻ പറ്റുമോ? അൺസ്പിരിച്വൽ ആയിപ്പോയി. പിന്നെ ആകെ പറയാൻ പറ്റുന്ന ആരുടെ വിഷയമാണ്? പണ്ടൊരു കൊച്ചിനോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലൊന്നും ഉച്ചയ്ക്ക് എന്തായിരുന്നു കറി എന്ന് വെച്ചാൽ പറഞ്ഞു, ഇന്ന് ചോറും ബീഫും പാസ്റ്റർ ഫ്രൈയും ആയിരുന്നു. ചോദിച്ചു, പാസ്റ്റർ ഫ്രൈയോ? ഞങ്ങൾ എന്നും ഞായറാഴ്ച പാസ്റ്റർ ഫ്രൈ ചേർത്താ കഴിക്കുന്നത്. കാരണം ഇവര് ഈ ആഹാരം കഴിച്ചുകൊണ്ട് പാസ്റ്ററെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിയുടെ പ്രസംഗം, പുള്ളിയുടെ പാട്ട്, ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. വാ തുറന്ന വേറൊരാളുടെ കുറ്റം. ഇത്രയും വിശ്വാസികൾ മറ്റൊരാളുടെ കുറ്റം പറയുന്ന പോലെ ലോകത്തൊരു മനുഷ്യനും പറയില്ല. കാരണം ഈ ലോകത്തുള്ള സാധാരണ മനുഷ്യർക്ക് മൂന്നാമതൊരാൾ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ലോകത്തുള്ള സകലരും എന്നെപ്പോലെ ആയില്ലെങ്കിൽ പോക്കാന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് ഇന്ന് ഭാര്യ ഭർത്താവ് ഒന്നിച്ചിരുന്ന വാ തുറന്ന് 5 മിനിറ്റ് സംസാരിച്ചാൽ 6ാമത്തെ മിനിറ്റ് അതാരെയെങ്കിലും കുറിച്ചായിരിക്കും. ഇപ്പം മനസ്സിലായി കാണുമായിരിക്കും നമ്മൾ തമ്മിൽ ഇത്രയും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന്. നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ കുടുംബജീവിതത്തിൽ കോമൺ ഗ്രൗണ്ടുകൾ കുറഞ്ഞു പോകുന്നു. കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ കുറഞ്ഞു പോകുന്നു. ഇൻകോമ്പാറ്റിബിൾ സ്പിരിച്വാലിറ്റിയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസണായിട്ട് ഞാൻ കാണുന്നത്. അവിടെയാണ് സ്ത്രീകൾ സബ്മിറ്റഡ് ആകണമെന്നുള്ള കമാൻഡ്മെൻറ്റ് റെലവൻ്റ് ആകുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ തികഞ്ഞ പുരുഷത്വം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുരുഷത്വത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് സ്ത്രീ എക്സ്ക്ലൂഡഡ് അല്ല. മനസ്സിലാകുന്നുണ്ടോ? ആദമിൽ എങ്ങനെയാണോ ഹവ്വ ഉണ്ടായിരുന്നത് അതുപോലെ പൂർണ്ണ മനുഷ്യനാണ് ക്രിസ്തു. ക്രിസ്തുവിന് ആരുടെ ആവശ്യമില്ല? ഒരു ഹ്യൂമൻ ഭാര്യയുടെ ആവശ്യമില്ല. അപ്പൊ ക്രിസ്തുവിന്റെ പുരുഷത്വത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് റെപ്രസെന്റ്സ് ദ ഹോൾ ഹ്യൂമാനിറ്റി. അത് പുരുഷനെ മാത്രമല്ല പ്രതിനിധീകരിക്കുന്നത്, പിന്നെയോ പുരുഷനിൽ നിന്ന് തന്നെ എടുത്ത സ്ത്രീയെയും ആര് പ്രതിനിധീകരിക്കുന്നുണ്ട്? പൂർണ്ണമായും പുരുഷനായ ക്രിസ്തു ആരെയും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് ലേഖനത്തിൽ പറയുമ്പോൾ അവിടെ ഈ വാക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ദ പെർഫെക്റ്റ് മാൻഹുഡ് ഓഫ് ക്രൈസ്റ്റ്. ഈ സ്പിരിച്വാലിറ്റി, അതായത് ഒരു പുരുഷന്റെ സ്പിരിച്വാലിറ്റി, ആ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ആ ഒരു ലൈഫിന്റെ കമ്മ്യൂണിക്കേഷൻ ഒരു പുരുഷനിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, ജനറലി ആട്ടോ, എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നല്ല, എല്ലാ സ്ത്രീകളും എങ്ങനെയാണെന്നല്ല ഇതിനർത്ഥം. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജീവനായി വിശ്വാസം മാറുന്ന അനേകം സഹോദരിമാർ, പുരുഷന്മാരെക്കാൾ കൂടുതൽ. പക്ഷെ പൊതുവെ ഞാൻ പറയുന്നത്, ഒരു പൊതുവേ ഉള്ളൊരു പിക്ചറാണ് ഞാൻ പറയുന്നത്, ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ആ സ്ത്രീയുടെ തല പുരുഷനെന്നും പുരുഷൻ്റെ തല ക്രിസ്തു എന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീയോട് പുരുഷന് കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയാനുള്ള കാരണം രാവിലെ ചായ വേണോ കാപ്പി വേണോ എന്ന് തീരുമാനിക്കാനല്ല. ഞാൻ പറയുന്ന കേട്ടാൽ മതി, ഇന്ന് നീ ഇങ്ങനെ ചെയ്താൽ മതി, നിന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ഞാൻ പറയുന്ന കേട്ട് ഇവിടെ താമസിക്കണം, എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയും കാണാൻ പറ്റത്തില്ല, ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ താമസിക്കണം, അല്ലെ പോകുന്ന പൊക്കോ. ഇതല്ല ക്രിസ്തുവിൻ്റെ ലീഡർഷിപ്പ്. അവിടെ എല്ലാ സ്ത്രീയും പുരുഷനും ഈക്വലാണ്. എന്തുകൊണ്ട് ഈക്വലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയുടെ അപ്പനും അമ്മയും എങ്ങനെയാണോ അതേ ബന്ധമാണ് ഒരു പുരുഷൻ്റെ അപ്പനും അമ്മയ്ക്കും ഉള്ളൂ. ദേ ആർ ദ സെയിം. കല്യാണം കഴിച്ച് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വീടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയുടെ വീടിനെ നോക്കുമ്പോൾ എന്തുമാത്രം സ്നേഹം തോന്നുന്നുണ്ടോ അത്രേ സ്നേഹം മതി ഭർത്താവിൻ്റെ വീടിനെ നോക്കുമ്പോഴും. അവിടെ ഒന്നും ഒരു വ്യത്യാസമില്ല. നമ്മുടെ നാട്ടിലൊരു ചിന്തയുണ്ട്, ഈ ഭാര്യയെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് ഭർത്താവിൻ്റെ വീട്ടിലെ പണി ചെയ്യിപ്പിക്കാനും ഭർത്താവിൻ്റെ അപ്പനും അമ്മയും വയ്യാതാവുമ്പോൾ ശുശ്രൂഷിക്കാനും. അപ്പം വാട്ട് അബൌട്ട് ഭാര്യാസ് അപ്പൻ? അവരെന്ത് ചെയ്യണം? അവർക്ക് ആകെ 2-3 പെൺപിള്ളേരാണ്. ഇവരിത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുരുഷ മേധാവിത്വം. അത് ആൺമക്കളുടെ അപ്പനമ്മമാരും മാത്രം അവസാന കാലത്ത് പരിപാലിക്കപ്പെട്ടാൽ മതി. ദിസ് ഈസ് സിൻഫുൾ. അപ്പം ശരിക്കുമുള്ള സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പിരിച്വൽ സബ്മിഷൻ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന് സഭ എങ്ങനെ കീഴടങ്ങിയിരിക്കുന്നു, ദാറ്റ്സ് എ സ്പിരിച്വൽ സബ്മിഷൻ. അതായത് ക്രിസ്തുവിൻ്റെ ഭയത്തിലുള്ള സബ്മിഷൻ. അപ്പം ആ സ്പിരിച്വാലിറ്റി എന്താണ് ക്രിസ്തുവിൻ്റെ തലയിൽ നിന്ന് വരുന്ന, ക്രിസ്തുവിൻ്റെ പ്രകൃതത്തിൽ നിന്ന് വരുന്ന ആ സ്പിരിച്വാലിറ്റി. ഈ ഒരു ആത്മീകമായ ഒരു ക്രിസ്തുവിനോട് ചേർക്കുക, അതാണ് ഒരു ഭർത്താവിൻ്റെ കടമയും. നമുക്ക് ആദ്യത്തെ ബ്രേക്കിൻ്റെ ടൈം ആയിരുന്നു അല്ലേ? ടൈം കഴിഞ്ഞു പോയോ? ഇത്തിരി കഴിഞ്ഞു പോയല്ലേ? ഓക്കെ, അപ്പോൾ
ഈ സ്പിരിച്വൽ സബ്മിഷൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഒരു ചായക്ക് ശേഷമാണോ? ഇല്ല, ബ്രേക്കിന് എന്തെങ്കിലും കിട്ടുമോ? ചായ ഉണ്ട്, ഓക്കെ. അപ്പോൾ ഈ സ്പിരിച്വൽ സബ്മിഷൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിഷയങ്ങൾ, എന്തുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്നുള്ളൊരു വിഷയം വി വിൽ സീ ആഫ്റ്റർ എ ബ്രേക്ക്. ആൻഡ് ദ ബ്രേക്ക് യു വിൽ ഗെറ്റ് ടീ, ചായ ബ്രേക്ക്.